ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ അംഗീകരിക്കാത്ത ഒരു സത്യം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ അഹം. ആ അഹത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല. ആ അഹം നിലനിർത്തിക്കൊണ്ട് നമ്മൾ സാധന ചെയ്താൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. നിലനിൽക്കുന്ന ആ അഹത്തെ, ആ അഹമാകുന്ന അളവുകൾ കൊണ്ട് നമുക്ക് സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ബോധത്തെ തിരിച്ചറിയുവാൻ സാധിക്കില്ല. കളയാൻ മടിക്കുന്ന അഹത്തിനെ ഞാൻ വളർത്തുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നാണ് ജീവിക്കുന്നത്. ഔദൂജിയുടെ ഈ ഒരു ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കുഞ്ചിറവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ മണക്കാടിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഇന്ന് സത്സംഗം ചെയ്യാൻ പോകുന്ന ആ ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ പേര് വത്സല നായർ എന്നാണ്. പട്ടം കേന്ദ്രീയ വിദ്യാലയയിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത അമ്മയാണ്. നമുക്ക് അമ്മയെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ജി, അമ്മയുടെ ബാല്യവും ഔദ്യോഗിക ജീവിതവും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. എൻ്റെ ബാല്യം എന്ന് പറയുന്നത്, ഞാൻ 4ാം ക്ലാസ് വരെയിലേ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ജീവിച്ചിട്ടുള്ളൂ. അതിന് പിന്നെ 5ാം ക്ലാസ് ആയപ്പം തൃച്ചിയിൽ എൻ്റെ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും കൂടെ അവർ കൊണ്ടുവന്ന് നിർത്തി. എന്നുവെച്ചാൽ അമ്മൂമ്മയും അപ്പൂപ്പനും മാത്രമായിരുന്നു. അപ്പോൾ ഒരു വലിയ വീടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു മടിയെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ പറഞ്ഞു, ഈ കൊച്ചിനെ നിൻ്റെ കൂടെ നിർത്തിക്കുമെന്ന്. അങ്ങനെ സമ്മർ വെക്കേഷനിൽ വന്നപ്പം അവരെല്ലാം, എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും അനിയത്തിയൊക്കെ അവരുടെ കൂടെ ദിണ്ടുക്കെ പോയി. ഞാൻ അങ്ങ് തിരുച്ചിയിലായിരുന്നു. അപ്പം എനിക്ക് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഞങ്ങളുടെ അമ്മൂമ്മയാണ് എന്നെ ഈ ആത്മീയതയിലോട്ട് നയിച്ച് കൊണ്ടുവന്നത്. അപ്പം കൊച്ചിലെ 4ാം ക്ലാസ് വരെ പോലും എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴും എൻ്റെ അമ്മ പൂജയൊക്കെ ചെയ്യുമ്പം പൂജാമുറിയിലിരിക്കും. 1-2 ഫോട്ടോകൾ ഞാൻ ഇങ്ങനെ മണിക്കൂറുകൾ നോക്കിക്കൊണ്ടിരിക്കും. ഒന്ന് ഈ സരസ്വതിയുടെ പഴയ ഒരു ഫോട്ടോയാണ്. ഈ റോക്കിൻ്റെ പുറത്ത്, പാറയുടെ പുറത്ത് സരസ്വതി ഇരിക്കും. പിന്നെ വെള്ളം കാണും, അതിൽ അന്ന പക്ഷിയൊക്കെ കാണും. ആ ഫോട്ടോ എന്തോ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. അത് കുറേ മണിക്കൂറുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം, കൃഷ്ണൻ. ഇപ്പോഴും ആ ഫോട്ടോസ് ഇപ്പം ഫോട്ടോഷോപ്പിൽ കാണുമ്പം, കടകളിൽ കാണുമ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മയാണ്. ഒരു ചുമന്ന ഉടുപ്പിട്ടുകൊണ്ട് കയ്യിൽ വലിയൊരു ലഡ്ഡു വെച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ. അപ്പോൾ ആ ഫോട്ടോയും ഇങ്ങനെ മണിക്കൂറുകൾ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അമ്മൂമ്മയുടെ കൂടെ വന്ന് താമസിച്ചപ്പം അമ്മൂമ്മ സദാസർവകാലം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, ഏതിനെടുത്താലും മായ, കർമ്മം, വാസന, ഇതൊക്കെയാണ് സംസാരം എപ്പോഴും. അപ്പം ഞാൻ ഇങ്ങനെ കേട്ട് ഞാൻ ഒരു ദിവസം ചോദിച്ചു, അമ്മച്ചി, ഈ മായ എന്ന് പറഞ്ഞാൽ ആരാ? മായ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് കേൾക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. മായ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ഇങ്ങനെ സദാസർവകാലവും മായ ഏതിനെടുത്താലും മായ എന്ന് പറയുന്നല്ലോ. ഞാൻ വിചാരിച്ചു മായ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആയിരിക്കും, ഒരു പെണ്ണായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പം എന്തൊക്കെയോ പറഞ്ഞു തന്നു. അത്രയൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും എൻ്റെ തുടക്കം കുറിച്ചത് അവിടുന്നാണ്. പിന്നെ ഞങ്ങളുടെ അമ്മൂമ്മ ഒരുപാട് അപ്പോഴേ ഭക്തിമാർഗത്തിലായിരുന്നു. അപ്പോൾ ഒരുപാട് ഈ സ്പിരിച്വൽ ബുക്സൊക്കെ വായിക്കും. അമ്മൂമ്മ തിരുച്ചി വന്ന് സെറ്റിലായ പിന്നീട്, തിരുവനന്തപുരത്ത് വന്ന് തിരുച്ചി വന്ന് സെറ്റിലായ പിന്നീട് തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ച് തമിഴിൽ ഒരുപാട് ബുക്സുകൾ വാങ്ങിച്ചു വെച്ചിരുന്നു, വിവേകാനന്ദരുടെയും രാമകൃഷ്ണ പരമഹംസരുടെയും. അപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ ഒരു വർഷം അമ്മൂമ്മയോട് നിന്നപ്പോഴേ എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ 6ാം ക്ലാസ് ആയപ്പം ഈ രാമകൃഷ്ണ പരമഹംസരുടെ 3 വലിയ വോള്യൂംസ് ഉണ്ടായിരുന്നു. അല്ല, ഒരു വോള്യൂം എടുത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് കഥകൾ, അതായത് രാമകൃഷ്ണ പരമഹംസർ തന്നെ പറയുന്ന കഥകളും അതിൻ്റെ അടിയിൽ, ഓരോ കഥയുടെ അടിയിലും അതിൻ്റെ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയത്തില്ലേ, അതിൻ്റെ സാരാംശം
എന്നൊക്കെ പറയും. ആ സാരാംശമൊക്കെ എനിക്ക് എത്ര ദൂരം മനസ്സിലായി എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് വരെ ആ ചെറിയ ചെറിയ കഥകൾ വായിച്ചത് എൻ്റെ മനസ്സിൽ അങ്ങനേ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫിലോട്ട് തുടക്കം കുറിച്ചത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ജനിച്ചപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വെജിറ്റേറിയനായി. അതിനു മുമ്പേ കപ്പയും മീനും ഒക്കെ ഇഷ്ടം പോലെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ ജനിച്ച പിന്നീട് വീട്ടിൽ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും വെജിറ്റേറിയനായി. അപ്പം ഞാൻ ജനിച്ചപ്പം തൊട്ടേ വെജിറ്റേറിയനാണ്, നോൺ വെജിറ്റേറിയനെ കഴിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്കൊരു തുടക്കം കുറിച്ചത് തന്നെ നല്ല രീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പം ഞാൻ വിചാരിച്ച് നോക്കുമ്പം ഞാൻ സന്തോഷപ്പെടുന്നത്. നോൺ വെജൊക്കെ കഴിച്ച് കഷ്ടപ്പെട്ട് അതിനെ ഒന്നിൻ്റെ ആവശ്യം വന്നില്ല. ആ ഒഴുക്കിലോട്ടങ്ങ് എനിക്ക് പോകേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഭക്തിമാർഗത്തിലാണ്. ഇപ്പം ജ്ഞാനത്തിനെ തേടി വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ആ പാതയിൽ കൂടെ പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. പിന്നെ അപ്പം സ്കൂളുകളിലൊക്കെ സ്കൂൾ ടൈമെല്ലാം അങ്ങനെയായിരുന്നു. എൻ്റെ സ്കൂള് ജസ്റ്റ് വീട്ടിൻ്റെ ഓപ്പോസിറ്റിലായിരുന്നു. അതിലാണ് എൻ്റെ അമ്മ തൊട്ട് കുഞ്ഞമ്മ, മാമൻ, ഞാൻ, ചേട്ടൻ എല്ലാവരും പഠിച്ചത് അതേ സ്കൂളിലാണ്. അപ്പോൾ എനിക്കും ഒരു പ്രയാസമില്ലായിരുന്നു, ജസ്റ്റ് പോവുക വരിക എന്ന്. പിന്നെ സ്കൂളിലും നല്ല ബ്രൈറ്റായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുമേ ഒന്നീ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്. അപ്പൂപ്പൻ വൈദ്യനായിരുന്നു, പിന്നെ എൻ്റെ കുഞ്ഞമ്മ ഡോക്ടറാണ്, എൻ്റെ അമ്മയൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ എനിക്കും പഠിത്തത്തിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും ഗ്രൂപ്പ് ലീഡറാകും. പിന്നെ 11th വന്നപ്പം സ്കൂൾ പ്യൂപ്പിൾ ലീഡറായി. അങ്ങനെ ബയോളജിയിലൊക്കെ ഫസ്റ്റ് പ്രൈസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഉടൻ തന്നെ കോളേജിൽ കയറി. കോളേജിൽ PUCയിലും ഫിസിക്സിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മധുരയിൽ ഫാറ്റിമ കോളേജിലാണ് എൻ്റെ ഡിഗ്രി ചെയ്തത്. അവിടെ എനിക്ക് 10th യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടി. യൂണിവേഴ്സിറ്റി റാങ്കിനായിട്ടൊന്നും അല്ല പഠിച്ചത്, പക്ഷേ നമുക്ക് പഠിത്തം അല്ലാതെ വേറെ ഒന്നുമില്ല ചിന്ത. അങ്ങനെ പഠിക്കുന്ന കുട്ടികളോടെ ഞാൻ സംസാരിക്കത്തുള്ളൂ, എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ്. അങ്ങനെ ഒരു നല്ല രീതിയിലാണ് പോയത്. പിന്നെ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി തന്നെ അമേരിക്കൻ കോളേജിൽ MSc ചെയ്തു. MScയിൽ 3rd റാങ്ക് കിട്ടി. അങ്ങനെ പിന്നെ റിസൾട്ട് വന്ന അതേ 2 മാസത്തിൽ തന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫാമിലി എല്ലാം ചെന്നൈയിലോട്ടായി. അപ്പം ചെന്നൈയിൽ സ്റ്റെല്ല മാരിസ് കോളേജ് ഏറ്റവും വലിയ ഫേമസ് കോളേജാണ് ലേഡീസിൻ്റെ. അവിടെ ജസ്റ്റ് ഒരു പോസ്റ്റ് കാർഡിൽ 10 പൈസയുടെ ഒരു പോസ്റ്റ് കാർഡിലാണ് ഞാനിങ്ങനെ എഴുതിയിട്ടു, ഐ ഒബ്റ്റൈൻഡ് ഫസ്റ്റ് ക്ലാസ് വിത്ത് 3rd യൂണിവേഴ്സിറ്റി റാങ്ക് ഇഫ് ദർ ഈസ് എനി വേക്കൻസി. അടുത്ത ദിവസം തന്നെ അവിടുന്ന് ഒരു ലെക്ചറർ വീട്ടിൽ വരാൻ പറഞ്ഞു, ഇൻ്റർവ്യൂ എടുത്തു. അപ്പം തന്നെ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു രീതിയിലായിരുന്നു എൻ്റെ യങ് ഏജ് എന്ന് പറയുന്നത്. പഠിക്കുന്ന കാലത്ത് വീട്ടിലും ശരി വെളിയിലും ശരി നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഞാൻ 7ാം ക്ലാസ് പഠിച്ചപ്പം മരിച്ചുപോയി. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമായിരുന്നെന്ന് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു കേട്ടു, ഇവളെ എങ്ങനെയെങ്കിലും ഒരു ലെക്ചറാക്കണം കോളേജിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും അണ്ണനെ കളക്ടറാക്കണം, എന്നെ ലെക്ചറാക്കണം, എൻ്റെ അനിയത്തിയെ സ്കൂൾ ടീച്ചറാക്കണം, അങ്ങനെയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ ആഗ്രഹമാണെന്ന് തോന്നുന്നു. എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത് തന്നെ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നാണ്. ലെക്ചറാണ്, പക്ഷേ അപ്പം അടിച്ചു തന്നത് അപ്പോയിൻറ്റ്മെൻറ്റ് ഓർഡറിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നാണ്. പക്ഷേ ആ വർഷം തന്നെ മാർച്ച് ആയപ്പം ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ലാസ്റ്റായിട്ട് ജൂനിയർ മോസ്റ്റ് ലെക്ചറേഴ്സിനെ പിരിച്ചുവിടാൻ ഒരു ഓർഡറായി. എന്താണെന്ന് വെച്ചാൽ അപ്പം ഈ PUC പ്രീ ഡിഗ്രി എടുത്തിട്ട് +2 ആക്കി. അപ്പം +2 വന്നപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ജൂനിയർ മോസ്റ്റ് എക്സസ് ആയി. അങ്ങനെ ഞങ്ങൾ സർപ്ലസ് ആയതുകൊണ്ട് ഞങ്ങളെ പിരിച്ചുവിട്ടു. പക്ഷേ 2 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അതിനിടയ്ക്ക് മെയ്യിൽ തന്നെ മദ്രാസിലെ ഏറ്റവും നല്ല ഒരു സ്കൂളായിരുന്നു. അപ്പം ഇപ്പോഴും അന്നും ഇന്നും ഫേമസ് ആയിട്ടുള്ളൊരു നല്ല സ്കൂളാണ് പത്മശേഷാദ്രി ബാലഭവൻ, നുങ്കമ്പാക്കത്തുള്ള സ്കൂള്. അതിലെനിക്ക് PG ടീച്ചറായിട്ട് കിട്ടി. അങ്ങനെ ഏകദേശം ഒരു 10 വർഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ. അപ്പം ഞാനാണ് ഏറ്റവും ജൂനിയർ മോസ്റ്റ്, അൺമാരീഡായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്നെ ഒരു കൊച്ചുകുട്ടിയുടെ കൂടെ കൊണ്ടു നടക്കുന്ന പോലെയാണ് എനിക്കെല്ലാം പറഞ്ഞു തന്ന് പഠിപ്പിച്ചു തന്ന്. ഞങ്ങളുടെ പ്രിൻസിപ്പൾ എനിക്ക് റോൾ മോഡലായിരുന്നു. വളരെ റീസെൻ്റായിട്ടാണ് അവർ മരിച്ചത്, മിസ്സസ് YG പാർത്ഥസാരഥി എന്ന് പറഞ്ഞ്. എനിക്കവരെ ഭയങ്കര കാര്യമായിരുന്നു. എന്നുവെച്ചാൽ അവരെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും എനിക്ക് മനസ്സിൽ അത്രയും റെസ്പെക്റ്റ്. എങ്ങനെ ഹൗ ഷീ ക്യാൻ ബി സോ ആക്റ്റീവ്,
അഷ്ടാവധാനി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ അവരുടെ അടുത്തുനിന്നും എൻ്റെ കലീഗ്സിൻ്റെ അടുത്തുനിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ എന്നെ പറഞ്ഞു ഒരു പ്രാവശ്യം, ഷീസ് എ ലൈവ് വയർ. അപ്പം ഏതോ ഒരു ഡ്യൂട്ടി ഇട്ടപ്പം വത്സലയ്ക്ക് എന്തിനാണ് ഈ ഡ്യൂട്ടി കൊടുക്കുന്നത്, ചെറിയ പെണ്ണല്ലയോ, കൊച്ചു പെണ്ണ് എന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പൾ നോ 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 ഷീസ് എ ലൈവ് വയർ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല എല്ലാവരും എന്നെ ലാളിച്ചാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് മുന്നോട്ട്. അങ്ങനെ പിന്നെ 10 വർഷം കഴിഞ്ഞപ്പോൾ കേന്ദ്രീയ വിദ്യാലയയിലോട്ട് അപ്ലൈ ചെയ്തു. അതിലും ഉടൻ തന്നെ ജോലി കിട്ടി. അങ്ങനെ 10-20 വർഷം ടീച്ചറായിട്ട് ചെന്നൈയിലും പിന്നെ ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വന്നു. പാങ്ങോട്, കോട്ടയം, ന്യൂ സ്പ്രിംഗ് നഗർ, കടവന്തറ, അങ്ങനെ പല സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയത്തിലും ജോലി ചെയ്തു. പിന്നെ ലാസ്റ്റ് 5 ഇയേഴ്സ് എന്നുള്ളത് ഒരു സെലക്ഷൻ എക്സാം എഴുതണം പ്രിൻസിപ്പളായിട്ട്. അപ്പോൾ എനിക്ക് കൊച്ചിലേ എനിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം. ടീച്ചിങ് ഈസ് മൈ പാഷൻ, അതേ പറയാവൂ. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. അപ്പം ഈ ഗ്രൂപ്പ് ലീഡറായിട്ടൊക്കെ ഇരിക്കുമ്പം എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും, എഴുതിപ്പിക്കും, അങ്ങനെ. അപ്പം പിന്നെ ടീച്ചിങ് പ്രൊഫഷണലായപ്പം എനിക്ക് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ടീച്ചിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മണിക്കൂറുകൾ. അങ്ങനെ ചെയ്ത് അപ്പം പ്രിൻസിപ്പളായിട്ടാകണമെന്ന് ഒരു ആഗ്രഹം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ദൈവം സഹായിച്ച് എനിക്ക് ആ ടീച്ചിങ്ങിലോട്ടും അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയും എനിക്ക് ജന്മനാ കുറച്ചുണ്ട്, ആ വാസനയുണ്ട്. അതുകൊണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഡൽഹി പോയി പ്രിൻസിപ്പൽ പോസ്റ്റിന് കേന്ദ്രീയ വിദ്യാലയയിൽ എഴുതി. 3ാമത്തെ പ്രാവശ്യം സെലക്റ്റായി. അതൊക്കെ വലിയ പാടുള്ള കാര്യങ്ങളാണ്, ഒരു റെക്കമെൻഡേഷനൊന്നും നടക്കത്തില്ല. അങ്ങനെ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് മധ്യപ്രദേശിൽ കേന്ദ്രീയ വിദ്യാലയ 1STC ജബൽപൂർ എന്നുള്ള സ്ഥലമാണ്. അപ്പം മധ്യപ്രദേശൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ജബൽപൂറൊക്കെ എവിടാന്ന് പോലും അറിഞ്ഞുകൂടാ. ഉടനെ ഗൂഗിളിലിട്ട് ജബൽപൂർ എവിടാ, 1STC എവിടാന്നൊക്കെ കേട്ട് അപ്പം തന്നെ ഞാൻ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ തന്നെ ഒറ്റയ്ക്കങ്ങ് പോയി ജോയിൻ ചെയ്തു. പിന്നെ 2 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെയും നല്ല സപ്പോർട്ടായിരുന്നു. അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ടീച്ചേഴ്സൊക്കെ അവർക്ക് ഇംഗ്ലീഷൊന്നും വലുതായിട്ടില്ല, ഹിന്ദിയാണ് എപ്പോഴും. അപ്പം നമ്മളുടെ അടുത്ത് വലിയ കാര്യമാണ് നായർ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തോട്ട് അപ്ലൈ ചെയ്തത്. അപ്പം റിട്ടയർമെൻറ്റിന് ലാസ്റ്റ് 2 ഇയേഴ്സ് വേക്കൻസി ഉണ്ടെങ്കിൽ ഹോം ടൗണിൽ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രിവാൻഡ്രം ഹോം ടൗൺ ആയതുകൊണ്ട് അവിടെ ഇറ്റ് സോ ഹാപ്പൻഡ് പട്ടത്ത് ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. പട്ടത്തൊക്കെ അങ്ങനെ വേക്കൻസി വരുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ദൈവം സഹായിച്ച് പട്ടത്ത് ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, അത് തന്നെ എനിക്കും കിട്ടി. അവിടെയും പിന്നെ കേന്ദ്രീയ വിദ്യാലയ SAP പേരൂർക്കട അവിടെയും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇരുന്നു. പട്ടത്തു നിന്നാണ് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയത്. അപ്പം അതുവരെയിലും എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കൈ പിടിച്ച് നടത്തി തന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊന്നും ചെയ്തില്ല, പക്ഷേ എല്ലാത്തിലും ആ ഗ്രേസ്, ആ ദൈവാധീനം, അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇടയിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്, ഇടയിലൊക്കെ ഒരുപാട് ചാലഞ്ചസൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാത്തിലും എനിക്കൊരു സ്മൂത്ത് സെയിലിംഗ് ആയിരുന്നു. അതിന് ഞാൻ എന്നും നന്ദി പറയുന്നത് എൻ്റെ ദൈവത്തിനോടാണ്, എൻ്റെ അമ്മയുടെ കൂടാണ്. അങ്ങനെ ഞാൻ പറയുന്നു. ചെറുപ്പത്തിലെ അമ്മൂമ്മയായിരുന്നല്ലോ ഈ സ്പിരിച്വാലിറ്റിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നത്. പിന്നെ അതിനുശേഷം തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിലോട്ട് മാറേണ്ടി വന്നു. അതിനിടയ്ക്ക് എപ്പോഴാണ് ഈ ഒരു സ്പിരിച്വാലിറ്റിയെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും അതിലേക്ക് പ്രവേശിക്കാനും ഒക്കെ സാധിച്ചത്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഈ ഫാറ്റിമ കോളേജിൽ പഠിച്ചല്ലോ. അപ്പോൾ ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പള് മിസ് ശകുന്തള എന്ന് ഒരു മാഡമായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. അപ്പം ഈ സ്റ്റഡി ഹോളിഡേയ്സ് വന്നപ്പം ഈ ഹോസ്റ്റലൈറ്റ്സൊക്കെ വെറുതെ സമയം കളയുന്നു എന്ന് പറഞ്ഞ് ഒരു സ്വാമിജിയെ കൊണ്ടുവന്നു. ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെല്ലാവർക്കും ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിച്ചു തരാൻ പോവാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും മെഡിറ്റേഷനിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായിരുന്നു എൻ്റെ ധ്യാനത്തിൻ്റെ തുടക്കം. അപ്പം ഓരോരുത്തരായിട്ട് ഗുരുജിയുടെ മുമ്പിൽ പോയിരുന്നു. ഗുരുജി ഞങ്ങളുടെ കാതിൽ ഒരു മന്ത്രം പറഞ്ഞു തന്നു. അപ്പോൾ ഈ മന്ത്രം വേറെ ആർക്കും പറയരുത്, അത് തന്നെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ ഞങ്ങൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാനൊരു സമയം അങ്ങനെയൊക്കെ അവർ കോളേജിൽ ഉണ്ടാക്കി തന്നത് തന്നെ ഒരു നല്ല തുടക്കം കുറിക്കാനുള്ള ഒരു സന്ദർഭമായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്കെന്തോ അത് സ്വാഭാവികമായിട്ടേ അങ്ങ് ചെയ്യാൻ തോന്നി. അപ്പോൾ അത് വളരെ ഞാൻ സന്തോഷമായിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ചെന്നൈയിൽ ടീച്ചറായിരുന്നപ്പം ആൽഫ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഗുരുജി വിജയലക്ഷ്മി പന്തയൻ, അവർ 6 ലെവലിൽ മെഡിറ്റേഷൻ ക്ലാസ് എടുത്തു. ഒരു മാസം സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസം ഒരു വലിയ ഹോട്ടലിൽ ഒരു ഹാള് ബുക്ക് ചെയ്ത് ഫീസൊക്കെ വാങ്ങിക്കും, ഫുഡും കാര്യങ്ങളൊക്കെ തരും. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ ഈ 6 ലെവലും ഞാൻ അറ്റൻഡ് ചെയ്തു. അതാണ് എൻ്റെ രണ്ടാമത്തെ സീരിയസ് ആയിട്ടുള്ള മെഡിറ്റേഷൻ്റെ തുടക്കം. കോളേജിൽ പിന്നെ ഒരു ഇതായിട്ട് വലിയ സീരിയസ് അല്ല, പക്ഷേ ഇത് അവർ ന്യൂസ് പേപ്പറിൽ ആഡാണ് കൊടുക്കുന്നത്. അപ്പം ഞാനായിട്ട് അത് കണ്ട് എനിക്ക് വേണമെന്ന് തോന്നി ഞാൻ ലെവൽ 1 തൊട്ട് ലെവൽ 6 വരെ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിലാണ് ഈ മെൻ്റൽ ബ്രെയിൻ വേവ്സ് ബീറ്റ ലെവലിലാണ് നമ്മളെപ്പോഴും അത് ആൽഫ ലെവലിൽ കൊണ്ടുവരണം. അതാണ് അവരുടെ മെഡിറ്റേഷൻ്റെ ആൽഫ മെഡിറ്റേഷൻ എന്നേ പറയുന്നത്. അപ്പം ആൽഫ മെഡിറ്റേഷൻ ആൽഫ ലെവൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തന്നു. ഇത് മെഡിറ്റേഷൻ ഞാൻ ദിവസവും രാവിലെ അപ്പം തൊട്ട് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാനും തുടങ്ങി. അത് ഒരു നല്ല ഒരു സമയമായിരുന്നു. എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു മെഡിറ്റേഷനിൽ തന്നെ. നല്ല രീതിയിൽ മെഡിറ്റേഷൻ പോകുമായിരുന്നു. അത് ടീച്ചറായിട്ടുള്ള കാലഘട്ടത്തിൽ. അപ്പം എൻ്റെ മക്കളും എന്നെ ഒരുപാട് സഹായിക്കും. രാവിലെ എണ്ണിച്ച് അവരൊക്കെ മോളൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ ചെയ്തു തരും. അമ്മ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ട് വാ എന്നൊക്കെ പറയും. അങ്ങനെ എനിക്ക് എല്ലാ രീതിയിലും നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രിൻസിപ്പൽ പോസ്റ്റിനായിട്ട് ജബൽപൂർ പോയ പിന്നീട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ 24 hours ജോലിയാണ്. അതുമാത്രമല്ല, ഞാൻ കൊച്ചിലേ ഞങ്ങളുടെ അമ്മൂമ്മയും അപ്പൂപ്പനും പൂജ ചെയ്യുന്ന കണ്ട് ഞാനും ലളിതാ സഹസ്രനാമം എനിക്ക് എൻ്റെ ഒരു ടീച്ചർ, എൻ്റെ കൂടെ ജോലി ചെയ്ത കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി ചെയ്ത ഒരു ടീച്ചർ, പാട്ട് ടീച്ചർ അനന്തലക്ഷ്മി ചെല്ല, അവരാണ് എൻ്റെ ഗുരു, വേറൊരു ഗുരു. അവർ സ്കൂളിൽ വെച്ച് നീ ഒരു ദിവസം നീ ശക്തി ദേവി എന്നൊക്കെ ഇത്രയും പറയുന്നല്ലോ, എന്നാൽ പിന്നെ നിനക്ക് വേറൊരു കാര്യം തുടങ്ങിത്തരാം. ഞാൻ ഒന്നും ചോദിച്ചില്ല, എനിക്ക് അറിഞ്ഞേകൂടാ. അവരായിട്ട് ലളിതാ സഹസ്രനാമം ബുക്ക് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവരെ എനിക്ക് ഒരു ഫ്രീ പീരീഡിൽ ഇരുന്ന് നല്ല ദിവസമൊക്കെ നോക്കി തുടക്കം കുറിച്ചു. ലളിതാ സഹസ്രനാമം എളുപ്പമാണ്, നീ വായിച്ച് നോക്കുന്നത്. അങ്ങനെ ഞാനും കൊണ്ടുവന്ന് സീരിയസ് ആയിട്ട് ഇരുന്ന് വായിക്കാൻ തുടങ്ങി. പടപടേന്ന് എനിക്ക് വായിക്കാൻ പറ്റി. എന്തോ ഒരു പൂർവ്വജന്മത്തെ ഒരു കണക്ഷനുള്ള പോലെ, ഒരു പ്രയാസവും ഇല്ലായിരുന്നു. പടപടേന്ന് എന്ന് വായിക്കുമായിരുന്നു. അപ്പം ബുക്ക് വെച്ച് വായിക്കും. ഒരുപാട് ഈ ഉതിരിപ്പൂവൊക്കെ കിട്ടും ചെന്നൈയിലൊക്കെ. ഈ റോസ് സമയത്തെ ഒക്ടോബർ നവംബർ ഡിസംബറിൽ മഞ്ഞ് സമയത്ത് നിറച്ച് ഈ റോസിൻ്റെ പെറ്റൽസ് ഉതിരിയായിട്ട് കിട്ടും. പിന്നെ അരളിപ്പൂ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്നും ഇങ്ങനെ പരന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ നോക്കും, എന്താണ് ഇങ്ങനെ വാങ്ങിക്കാം, എത്ര വാങ്ങിക്കാം, ഇത്രയായിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഓരോ നാമം ചൊല്ലുമ്പോഴും ഇങ്ങനെ ഇട്ട് ദേവിയെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഈ മെഡിറ്റേഷനും ഈ ലളിതാ സഹസ്രനാമം വായിക്കുന്നത് ഇതെല്ലാത്തിനും ഒരു നിർത്ത് വന്നത് പ്രിൻസിപ്പളായ സമയത്ത് അതുകൊണ്ടല്ല, പ്രിൻസിപ്പളായ സമയത്ത് എന്ന് വെച്ചാൽ അത് ഒരു ഹോട്ട് സീറ്റാണ്. അതിൽ നമുക്ക് സമയത്തിന് കഴിക്കാനും ഒക്കത്തില്ല. അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. സ്കൂളിൻ്റെ സീറ്റും അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ശരി നമ്മുടെ ജോലിയിൽ ഡെഡിക്കേഷനായിട്ടിരിക്കാം. അപ്പം ജോലിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നാൽ അത് മതി. അത് തന്നെയാണ് കർമ്മയോഗി. ഭക്തിയോഗത്തിൽ നിന്ന് കർമ്മയോഗിയായിട്ട് മാറിയത് അപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞ് റിട്ടയർ ആയപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സ് കിടന്ന് തേടുമായിരുന്നു. ഒരു ഗുരുജിയാണോ, 2 ഗുരുജിയാണോ, ആരെടുത്ത് പോകണം, ആര് നമ്മളെ വഴി നടത്തും എന്നൊക്കെ ഒരുപാട് ഇങ്ങനെ തേടി നോക്കിക്കൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഇതിലാണ്. അപ്പോൾ വീട്ടിലാകുമ്പോൾ പൂജ, അല്ലാതെ എനിക്ക് ഈ മെഡിറ്റേഷനും എൻലൈറ്റൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാ, മുക്തി എന്ന് വെച്ചാൽ എന്തുവാ എന്നൊക്കെ അറിയാനും അത് ആര് നമുക്ക് പറഞ്ഞു തരും എന്നൊക്കെ വലിയ ഒരു ഇതിലായിരുന്നു. അങ്ങനെ ഞാൻ തേടി ഒരുപാട് ഒരു 7-8 ഗുരുക്കന്മാരെ ഞാൻ കണ്ടു. അവരുടെ കൂടെ ഇരുന്ന് കുറേ പഠിച്ചു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ചെറുപ്പം മുതലേ ഭക്തി അമ്മയുടെ ഉള്ളിലുണ്ട്. പിന്നീട് ഔദ്യോഗിക ജീവിതത്തിലോട്ടൊക്കെ കടന്നപ്പോൾ
കർമ്മയോഗം തന്നെ അറിയാതെ ആ ഒരു മാർഗമായി, കർമ്മയോഗം എന്നുള്ളൊരു മാർഗം ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് എപ്പോഴാണ് ഒരു ധ്യാന മാർഗത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിക്കാം? അതായത് റിട്ടയർമെൻറ്റിന് പിന്നെ, അപ്പോഴത്തേക്ക് റിട്ടയർമെൻറ്റിന് മുമ്പേ തന്നെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പം മോളും മരുമോനും ഒക്കെ എൻ്റെ കൂടെയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇതേ വീട്ടിൽ ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ദിവസവും പൂജ ചെയ്യുന്ന, രാവിലെയും വൈകുന്നേരം പൂജ ചെയ്യും, ദിവസവും ആറ്റുകാൽ അമ്പലത്തിൽ പോകും. അടുത്താണ് എൻ്റെ റൈറ്റ് സൈഡ് ആറ്റുകാൽ അമ്പലം, ലെഫ്റ്റ് സൈഡ് കൊഞ്ചറവിള അമ്പലം. അപ്പം 2 അമ്പലത്തിലും മാറി മാറി പോകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെ ദിവസവും ഇങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് പൂജ ചെയ്യും. അപ്പോൾ അതൊക്കെ മരുമോൻ കണ്ടിട്ട്, മരുമോൻ ഒരു പ്രാവശ്യം ഏതോ കോൺഫറൻസിന് പോയിട്ട് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കുറച്ച് നേരം നിന്നപ്പം എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ അമ്മ, ഞാൻ ഒന്നീ പൂജ ചെയ്യും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ബുക്സ് വായിക്കും. ഇഷ്ടംപോലെ കൊച്ചിലേ ബുക്സ്. ഞാൻ പറഞ്ഞില്ലേ 6ാം ക്ലാസ്സിൽ വായിക്കാൻ തുടങ്ങിയതാണ് രാമകൃഷ്ണ പരമഹംസരുടെ, പിന്നെ വിവേകാനന്ദരുടെ, അങ്ങനെ ഇഷ്ടം പോലെ ബുക്ക് വായിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ മോനാണ് എനിക്ക് മോർ ദാൻ എ ലൈഫ് എന്നൊരു ബുക്ക്, സദ്ഗുരുവിൻ്റെ ബുക്കായിരുന്നു. മോർ ദാൻ എ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ബുക്ക്. അപ്പം എല്ലാവർക്കും കൊച്ചുമോക്ക് ഡോളും ഭാര്യയ്ക്ക് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം എനിക്ക് അമ്മ, ഇതാണ് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നു. അപ്പം ഞാനതിരുന്ന് വായിക്കാൻ തുടങ്ങി. പുതിയ ബുക്ക് കണ്ടാൽ ഞാൻ വിടുകയില്ല. അങ്ങനെ അപ്പം തന്നെ ഇരുന്ന് വായിക്കണമെന്നൊരു വേഗം. ശരി, ഇന്നിരുന്ന് ഒരാകാംക്ഷയോടെ വായിക്കാൻ തുടങ്ങിയപ്പം എനിക്കെന്തോ അത് താഴെ വയ്ക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, പല കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഞങ്ങളുടെ അമ്മൂമ്മ പറയത്തില്ലേ, ഈ കർമ്മ, മുൻജന്മം, എപ്പോൾ നോക്കിയാലും മുൻജന്മം, വാസന എന്നൊക്കെ പറയുമ്പോഴേ ഈ മുൻജന്മം എന്നൊക്കെ ഉണ്ടോ, അത് ഉണ്ടാക്കി പറയുവാണോ, എൻ്റെ ഉള്ളിലൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഈ മോർ ദാൻ എ ലൈഫ് എന്ന് പറഞ്ഞ് സദ്ഗുരുവിൻ്റെ ലൈഫിൻ്റെ കാര്യം തന്നെ സദ്ഗുരു പറയെ വേറെ അരുന്ധതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് അത് എഴുതിയത്, ആ ബുക്ക് എഴുതിയത്. അതിൽ സദ്ഗുരുവിൻ്റെ 3-4 ജന്മത്തിനെക്കുറിച്ച്, പഴയ ജന്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആ ബുക്ക് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് 100% ബോധ്യമായി, നമുക്ക് മുൻജന്മമുണ്ട്. നമ്മുടെ അമ്മൂമ്മ പറഞ്ഞതൊന്നും കള്ളവല്ല, സത്യം തന്നെയാണ്. ഇതിന് പിന്നെയും നമുക്ക് പല ജന്മങ്ങൾ ഉണ്ടാകാം എന്നുള്ള നല്ല ഒരു ബോധ്യം ഉണ്ടായി. പിന്നെ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ ഈശ യോഗ സെൻറ്ററിൽ പോകണം. അപ്പം മോൻ പറഞ്ഞത്, അമ്മ ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പം എല്ലാ മാസവും പോകുമായിരുന്നു അമ്മ, സെക്കൻഡ് സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കോട്ടേജൊക്കെ ബുക്ക് ചെയ്ത് അവിടെ പോയി. നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ ധ്യാനലിംഗമുണ്ട്. ധ്യാനലിംഗം, അപ്പം ധ്യാനലിംഗം എങ്ങനെയാണ് പ്രതിഷ്ഠ ചെയ്തതെന്നൊക്കെ സദ്ഗുരു വലിയ വലിയ ബുക്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ആ കുറേ ബുക്സ് ഞാൻ വാങ്ങിച്ചു. അവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു. കുറേ ബുക്സ് ചുമക്കാൻ പറ്റാത്ത രീതിയിൽ കുറേ ബുക്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതെല്ലാം അവിടെ തന്നെ വെച്ച് കുറച്ച് വായിക്കാൻ തുടങ്ങി. പിന്നെ ഈ മോർ ദാൻ എ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ മക്കൾക്ക് ദിവസം ഞാൻ വായിക്കും. രാത്രി ഡൈനിങ് ടേബിളിലിരുന്ന് ഡിന്നർ കഴിഞ്ഞാൽ അന്ന് വായിച്ചതെല്ലാം എൻ്റെ മോക്കും മരുമോനും ഒക്കെ കഥ പറയും. അങ്ങനെ ഈ ധ്യാനലിംഗത്തിനെക്കുറിച്ച് പറഞ്ഞു എല്ലാ രീതിയിലും നല്ലതായിരുന്നു. പിന്നെ സദ്ഗുരുവിൻ്റെ ഓരോ പ്രോഗ്രാമും ഞാൻ അവിടെ പോയി അറ്റൻഡ് ചെയ്യും. ആദ്യം ഒരു പ്രാവശ്യം എല്ലാവരും കൂടെ പോയി, പിന്നെ ഞാൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഒറ്റയ്ക്ക് അങ്ങ് പോകും. ഇവിടുന്ന് ശബരി എക്സ്പ്രസ്സിൽ പോയാൽ രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയാൽ 5 മണിക്ക് കോയമ്പത്തൂർ എത്തും. ഈശ യോഗ സെൻറ്ററിൽ തന്നെ ടാക്സി പറയും, അവർ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അവിടെ 4-5 ദിവസം സ്റ്റേ ചെയ്യും. അങ്ങനെ അവിടുത്തെ ആ ധ്യാനലിംഗം, ലിംഗഭൈരവി അമ്പലം, അതിലൊക്കെ കയറി ഇറങ്ങി ധ്യാനം ചെയ്ത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിപ്പോയി അതിനകത്ത്. പിന്നെ സദ്ഗുരുവിൻ്റെ ഈ ലാപ്പ് ഓഫ് ദ മാസ്റ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് സദ്ഗുരുവിനെ നമുക്ക് നേരിട്ട് പോയി ഒന്ന് സംസാരിക്കാനൊന്നും നോക്കത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം. എന്താ വെച്ചാൽ ഈ ചില സെലക്റ്റഡ് പ്രോഗ്രാംസ് എല്ലാം അദ്ദേഹം തന്നെയാണ് ഇരുന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റേജിലിരുന്നാലും ഐ എം ഷെയറിങ് ദ സെയിം എയർ. വാട്ട് മൈ ഗുരുജി ഈസ് ബ്രീതിങ് ഔട്ട്, ഐ എം ഷെയറിങ്. ആ ഒരു ഫീലിംഗ്, എൻ്റെ ഗുരുജിയുടെ ഒരു എനർജിയാണ് എനിക്കും. അതേ ഹാളിൽ ഇരിക്കുന്നു ഒന്നല്ല ഉള്ള സന്തോഷമേ എനിക്ക് വലിയ ഇതായിരുന്നു. പിന്നെ സദ്ഗുരു അവിടെ യോഗ പഠിച്ചായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഹഠയോഗയിലാണ് സദ്ഗുരു ഭയങ്കര എക്സ്പേർട്ട്. അപ്പം യോഗ ടീച്ചറായിരുന്നു സദ്ഗുരു. അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തു. ഒടുക്കലത്തെ പ്രോഗ്രാമാണ് സംയമ
എന്ന് പറയുന്നത്. ഈ സംയമ എന്ന് പറയുന്നത് 8 ദിവസം കംപ്ലീറ്റ് സൈലൻസ് ആണ്. അപ്പം 8 ദിവസവും അകത്ത് തന്നെ ഒരേ ഹാളിൽ, ആദിയോഗി എന്ന് ഒരു വലിയ ഹാളുണ്ട്, അതിൽ 4000 പേര് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. 4000 പേരും ഒരേ ഹാളിൽ ഇരിക്കുന്ന പോലെ. അത് 10,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പം അവിടെ കിടക്കും, അവിടെയെല്ലാം ചെയ്യും, കഴിക്കാൻ മാത്രം ഡൈനിങ് ഹാളിൽ പോകും. നല്ല 8 ദിവസം ഒറ്റ അക്ഷരം മിണ്ടരുത്, നോ ഐ കോണ്ടാക്റ്റ്. സദ്ഗുരു തന്നെയാണ് 8 ദിവസവും ക്ലാസ് എടുത്തത്. അതിൽ ഫസ്റ്റ് ഡേ സദ്ഗുരു ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ആനാപാനസതി മെഡിറ്റേഷൻ. അതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടിൽ ഇത്രയും വർഷം ഇരുന്നിട്ടും ഈ കോയമ്പത്തൂരിനെ കുറിച്ചോ ഈശാ യോഗ സെൻറ്ററിനെ കുറിച്ചോ സദ്ഗുരുവിനെ കുറിച്ചോ ഒരുപാട് പേർക്ക് അറിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്കെന്തോ അറിഞ്ഞേ ഇല്ല. പക്ഷേ ഇപ്പം എല്ലാം എൻ്റെ മരുമോൻ മുഖാന്തരം അറിഞ്ഞു പോയപ്പോഴത്തേക്ക് ഇൻഡെപ്ത് അകത്ത് കയറി എല്ലാം കണ്ട് കേട്ട് പഠിച്ച് വന്നപ്പോൾ ഈ സംയമായും കൂടെ ഞാൻ അറ്റൻഡ് ചെയ്തപ്പം സംയമായിൽ മൊത്തം ഈ ആനാപാനസതിയായിരുന്നു. അങ്ങനെ നമുക്ക് നല്ല ഒരു പ്രാക്ടീസ് കിട്ടി. അതിന് മേളിൽ ഒരു പ്രോഗ്രാമും സദ്ഗുരു ഔട്ട്സൈഡേഴ്സിന് ചെയ്യത്തില്ല. ഇതാണ് മാക്സിമം. ഇതിന് പിന്നെ സദ്ഗുരുവിൻ്റെ ഇന്നർ എൻജിനീയറിങ് അറ്റൻഡ് ചെയ്തു. അത് ഞാനും മരുമോനും തന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് 7 ദിവസം കോഴ്സ് ഉണ്ടായിരുന്നു രാവിലെ. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പം ശാംഭവി മഹാമുദ്ര പറഞ്ഞു തന്നു. ശാംഭവി മഹാമുദ്ര എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ക്രിയായോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് തന്നെ ഈ ഘട്ടം ഘട്ടമായിട്ട്, അതായത് സ്റ്റേജ് ബൈ സ്റ്റേജ് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പം സദ്ഗുരു പറയും, നിങ്ങൾ ആത്മീയതയിൽ പുരോഗമിക്കുന്നോ ഇല്ലയോ ഒന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ദിവസവും കൂടുതൽ ഹാപ്പിയാകും. നിങ്ങൾ ഹാപ്പിയാണോ? ഫുഡ് ഹാബിറ്റ്സ് കഴിക്കുന്നത് കുറഞ്ഞ് വരും, ഉറക്കം കുറയും, ബുക്ക് വായന കൂടും, മനസ്സിലൊരു സമാധാനം കിട്ടും, എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ഇതൊക്കെ ആണ് നിങ്ങൾ ആത്മീയതയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള, ശരിയായ പാതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് അറിയാനുള്ള ക്ലൂസ് എന്ന് പറയും. അപ്പോൾ എനിക്ക് ഇതെല്ലാവേ എനിക്ക് സംഭവിക്കുന്ന പോലെ തോന്നി. അത് സദ്ഗുരു പറഞ്ഞത് കേൾക്കുന്നതിന് മുമ്പേ തന്നെ എനിക്കത് മനസ്സിൽ തോന്നി. എന്തോ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഫീലിംഗ്, എപ്പോഴേ ഒരു കാറ്റിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ എപ്പോഴും ഒരു സമാധാനം, സന്തോഷം, ഹാപ്പി ആയിട്ടിരിക്കും. അപ്പം സദ്ഗുരു പറഞ്ഞപ്പോൾ എനിക്കത് കൺഫേമായി. പിന്നെ സദ്ഗുരു പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ പറഞ്ഞു തന്നത് വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മതിയെന്ന്. പിന്നെ എനിക്ക് ഈ തേടുന്നത് നിന്നില്ല. അയ്യോ സദ്ഗുരു ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോഴാണ് ഈ കൊറോണ പീരീഡ് വന്നത്. ഈ ലോക്ക്ഡൗണിൽ മൊത്തം യൂട്യൂബായിരുന്നു. യൂട്യൂബിൽ എന്തൊക്കെ ആത്മീയതയെക്കുറിച്ച് വരുന്നോ അതൊക്കെ കേട്ട് നോട്ട്സ് എഴുതി ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് വേറൊരു ഗുരുവിനെ കിട്ടി. യോഗിസ് രാജ എന്ന് പറഞ്ഞ ഗുരുവാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. വലിയ പ്രായമൊന്നുമില്ല. അംബാസമുദ്രം, തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ അംബാസമുദ്രം എന്നുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. YMC യോഗിക് മെഡിറ്റേഷൻ സെൻറ്റർ എന്നൊരു സെൻറ്റർ തുടങ്ങി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് സിമ്പിളാണ്, ഒരു ആർഭാടവും ഇല്ലാതെ, പക്ഷേ ഒരുപാട് ഡീപ്പായിട്ടുള്ള ലെവലിൽ അദ്ദേഹത്തിന് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്തുനിന്നും. അത് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരാൻ തയ്യാറാണ്. വന്നാൽ മതി, ഞാൻ എല്ലാം പറഞ്ഞുതരാം. എന്താ വെച്ചാൽ മറ്റവരൊക്കെ എല്ലാവരും എല്ലാം അങ്ങ് വിട്ട് പറയത്തില്ല. ഇദ്ദേഹം അങ്ങനല്ല. യോഗിസ് രാജ സാർ അതല്ല, വാ പഠിച്ചോ, പ്രാക്ടീസ് ചെയ്, എന്നെക്കാട്ടിലും ഉയർന്ന തളത്തിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അദ്ദേഹവും പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ആനാപാനസതിയും ഈ വിപസന മെഡിറ്റേഷൻ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പോൾ അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലാസ്റ്റ് 4 കൊല്ലങ്ങളായിട്ട് എല്ലാ മാസവും ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ അദ്ദേഹത്തിൻ്റെ ഫുൾ ഡേ ക്ലാസ് കാണും. രാവിലെ 10 തൊട്ട് 4 വരെ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ്. ഞാൻ ഒരു ക്ലാസ് പോലും മിസ് ചെയ്തിട്ടില്ല. മിസ് ചെയ്താൽ റെക്കോർഡഡ് ക്ലാസ് തരും, പക്ഷേ ഒരു ക്ലാസ് പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കൂടെയാണ് ഒരുപാട് ടെക്നിക്സ് പറഞ്ഞു തന്നു. ഈ ആനാപാനസതിയിൽ തന്നെ എന്തൊക്കെ ടെക്നിക്സ് ഉണ്ടോ അതെല്ലാം പറഞ്ഞു തന്നു. പിന്നെ വിപസന,
അതും പറഞ്ഞു തന്നു. പിന്നെ വിപസനയ്ക്ക് വേണ്ടി ഞാൻ വിപസന മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ദിണ്ടുക്കലിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ 10 ദിവസത്തെ സൈലൻസാണ്, കംപ്ലീറ്റ് 10 days സൈലൻസ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയൊരു കാര്യം, എനിക്ക് സ്വതേ ഈ കണ്ണടച്ചിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്, സൈലൻസിലിരിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പം സദ്ഗുരുവിൻ്റെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് കാര്യം പറയുന്നത് ക്ലോസ് യുവർ ഐസ്, കണ്ണടയ്ക്കുക. ഇരിക്കുന്നതും പത്മാസനവും സുഖാസനവും ഒക്കെ പിന്നെ ക്ലോസ് യുവർ ഐസ് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് 85% കണ്ണി കൂടാണ് നമുക്ക് വെളിയിലുള്ളതെല്ലാം നമ്മുടെ ബുദ്ധിക്കകത്ത് സബ് കോൺഷ്യസ് ലെവലിൽ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് കാര്യം ക്ലോസ് യുവർ ഐസ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ കണ്ണടച്ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കണ്ണ് തുറക്കണം എന്നുള്ളത്. എനിക്ക് അങ്ങനെയൊന്നുമല്ല, കണ്ണടാന്ന് പറഞ്ഞാൽ അടച്ചത് തന്നെ, എനിക്ക് അങ്ങനെ അതിനകത്ത് ലയിച്ചിരിക്കാൻ പറ്റും. അതേപോലെ സംസാരിക്കാതെ ഇപ്പോൾ വീട്ടിൽ തന്നെ എല്ലാവരും വെളിയിൽ പോയാലും 1, 2, 3 ദിവസമൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു വേക്കൻറ്റ് ഫീലിംഗ് വരുമായിരിക്കും, പക്ഷേ സൈലൻസ് ഒറ്റയ്ക്ക് ഇരുന്നാലും ഭയങ്കര ഹാപ്പിയാണ്. അതേസമയത്ത് വീട്ടിലൊരു 10 പേരുണ്ടെങ്കിലും അവിടെയും നല്ല സംസാരിച്ച് ചിരിച്ച് ഇതായിട്ടിരിക്കും. സോ എല്ലാം കൊണ്ടും എന്തൊക്കെയോ ദൈവം എനിക്ക് ഒരു പൂർവ്വജന്മ വാസനയായിട്ട് കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും എത്ര വേഗം പറ്റുമോ അത്രയും വേഗം മുക്തിയിലോട്ട് പോയി ചേരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആധ്യാത്മികതയിൽ കർമ്മത്തിൻ്റെ പ്രസക്തി എന്താണെന്നൊന്ന് വിശദീകരിക്കാം. ആത്മീയത്തിൽ കർമ്മ എന്ന് പറയുന്നതാണ് എല്ലാമേ എന്ന് പറഞ്ഞാൽ, ഈ കർമ്മ എന്ന് പറഞ്ഞാൽ ആക്ഷൻ, നമ്മുടെ പ്രവൃത്തി. അപ്പം ഈ കർമ്മനെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റിയാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ പറ്റിയാൽ അത് മാത്രം മതി നമുക്ക് മുക്തി തേടാൻ. വേറെ ഒന്നും ചെയ്യണ്ട, വലിയ ഭക്തിമാർഗമോ വേറെ മാർഗങ്ങളോ ഒന്നും, ജ്ഞാനമാർഗം കർമ്മയോഗം ഒന്നും തന്നെ വേണ്ട. ഈ കർമ്മയുടെ ഒരു ജ്ഞാനം നമുക്ക് കൊച്ചിലേ കുട്ടികൾക്ക് തൊട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്, ഇത് വലിയ രാജാവിനും ഒരു സൊസൈറ്റിയിൽ തീർത്തും താഴെയുള്ള ഒരാളിനും എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കെല്ലാം ഒരേ ലോയാണ്. അതാണ് ലോ ഓഫ് കർമ്മ. അപ്പോൾ ഈ ലോ ഓഫ് കർമ്മയിൽ 2 രീതിയുണ്ട്. ഒന്ന് നെഗറ്റീവ് കർമാസ്, ഇനിയൊന്ന് പോസിറ്റീവ് കർമാസ്. അപ്പം ഈ പോസിറ്റീവ് കർമ്മ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം എന്തുവാ, നല്ലതായിട്ടിരിക്കും. ഈ നെഗറ്റീവ് കർമ്മ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമുക്ക് ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരെ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഒരാൾ 70 വയസ്സ് 80 വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് വെച്ചോളൂ. 80 വയസ്സ് വരെ, ജനിച്ചപ്പം തൊട്ട് 80 വയസ്സ് വരെ ആരും സന്തോഷമായിട്ടിരുന്നിട്ടില്ല. അതേസമയത്ത് അതുപോലെ ആരും 80 വർഷം കഷ്ടപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ ഒരു മാസത്തിൽ, ഒരു വർഷത്തിൽ, ഒരു മാസത്തിൽ, ഒരു ദിവസത്തിൽ എടുത്താലേ ചില സമയം നമ്മൾ സന്തോഷമായിരിക്കും, ചില സമയം മനപ്രയാസം കാണും, ചില സമയം നമുക്ക് ഇഷ്ടപ്പെടാത്തത് നടക്കും. അങ്ങനെ പലതും ഇങ്ങനെ ഇത് മാറി മാറിയാണ് വരുന്നത്. പിന്നെ അതാണ് ഈ നമ്മൾ ചെയ്ത മുൻജന്മം ചെയ്ത കർമ്മഫലമാണ് ഈ ജന്മം അനുഭവിക്കുന്നത്. വേറൊരു കാര്യം, ഈ മനുഷ്യജന്മം എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ നേരത്തെ ചെയ്തു കൂട്ടിയ കർമാക്കളുടെ ഫലം അനുഭവിക്കുക എന്നുള്ളതാണ്. അതായത് മനുഷ്യജന്മം എടുക്കുന്നു, അതിനു മുമ്പേ നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രാണികളായിട്ടും ചെടികൊടികളായിട്ടും കല്ലായിട്ടും മണ്ണായിട്ടും ക്രിസ്റ്റലായിട്ടും അങ്ങനെ പല പല ഈ പരിണാമ വളർച്ചയിൽ വന്നാണ് മനുഷ്യൻ്റെ ജന്മം എടുക്കുന്നത്. ഇപ്പോൾ ഈ മനുഷ്യജന്മം എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കർമ്മയുടെ റോള് വരുന്നത്. ഈ ചെടികൾക്കൊന്നും വലിയ കർമാക്കളില്ല, ഈ അനിമൽസിനും അതായത് പ്രാണികൾക്കും വലിയ കർമാക്കളില്ല. പ്രാണികൾക്ക് 3 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്: നല്ല കഴിക്കുക, ഉറങ്ങുക, ഈ അതാത് പ്രായം വരുമ്പം കുട്ടികൾ ഉണ്ടാക്കുക, റീപ്രൊഡക്ഷൻ, പ്രോക്രിയേഷൻ, അതായത് ഈറ്റിംഗ്, സ്ലീപ്പിംഗ്,
റീപ്രൊഡക്ഷൻ. ഇത് മൂന്നുമേ അവർക്ക് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവർക്ക് ഒരു വീട് വയ്ക്കണമെന്നോ മക്കൾക്ക് കാശ് സമ്പാദിച്ച് വയ്ക്കണമെന്നോ ഒരു നേരം അവർക്ക് ചാപ്പാട് കിട്ടിയാൽ അതോട് ശരി. അടുത്ത നേരം എന്തോ ഉണ്ടെന്ന് പോലും അവർ ചിന്തിക്കാറില്ല. ഒരു പൂച്ചയ്ക്ക് വിശപ്പിനെന്ന് വരും, കുറച്ച് പാല് കൊടുത്താൽ കുടിച്ചാൽ അതോടെ അത് മതി. അടുത്ത ദിവസത്തേക്ക് നമുക്ക് അടുത്ത നേരത്തേക്ക് വിശക്കുവോ പാല് കിട്ടുവോ എന്ത് ചെയ്യണം അതൊന്നും കൂടെ അവർക്ക് വലിയ ഇതില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനല്ല. അപ്പം മനുഷ്യജന്മം എടുക്കുമ്പം തൊട്ടാണ് ഈ കർമ്മയുടെ ഇഫക്റ്റ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ എത്ര നല്ല കർമ്മ ചെയ്യുന്നു, എത്ര ചീത്ത കർമ്മകൾ ചെയ്യുന്നു എന്നുള്ളത് വെച്ചാണ് ഒരാളിൻ്റെ ജന്മം തന്നെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പം ഈ ജന്മം ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ അടുത്ത ജന്മം എടുക്കുന്നത്. പിന്നെ അപ്പം ഈ ഭൂലോകത്ത് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ കർമാക്കൾ എന്ന് പറയുമ്പം നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തുവാ? പുണ്യകാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ. വേറെ ഒന്നും വേണ്ട. ഒരു കാണാത്ത ഒരാൾ റോഡിനെ ക്രോസ് ചെയ്യാൻ നോക്കുന്നു, നമ്മൾ അങ്ങേരെ കൈ പിടിച്ച് അങ്ങോട്ട് വിടുന്നു, അതൊരു പുണ്യകർമ്മയാണ്. അതേസമയത്ത് പാവകർമ്മ എന്ന് പറയുമ്പം ഒരാളെ അടിക്കണം കൊല്ലണം എന്നൊന്നുമില്ല, ഒന്ന് തുറച്ച് നോക്കിയാൽ തന്നെ മതി. അത് അവൻ്റെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാക്കിയാൽ അതും നെഗറ്റീവ് കർമ്മമാകും. അതുകൊണ്ട് മനസ്സാ വാച കർമ്മണ എല്ലാ രീതിയിലും നമ്മളുടെ നടപടികളെ വളരെ നിയന്ത്രിക്കണം. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിഞ്ഞ് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിക്കുമ്പം അടുത്ത ജന്മമെങ്കിലും നമുക്ക് വലിയ പാടും ദുരിതവും ഇല്ലാതെ പോകും. സോ ഇതൊക്കെയാണ് കർമ്മനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പം ഒരാൾ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പം അത് ഈ സോൾ പ്ലാനിങ്ങിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പം ഈ കർമ്മയിൽ തന്നെ 3 വിധമുണ്ട്. ഒന്ന് സഞ്ചിത കർമ്മ, പിന്നെ പ്രാരാബ്ധ കർമ്മ, ആഗാമ്യ കർമ്മ. ഈ സഞ്ചിത കർമ്മ, സഞ്ചി എന്ന് വെച്ചാൽ ബാഗ്. അപ്പോൾ ഇതൊക്കെ സാൻസ്ക്രിറ്റ് വേർഡ്സാണ്. അപ്പോൾ ഈ സഞ്ചിത കർമ്മ എന്ന് പറയുമ്പം നമ്മൾ ഇതിനു മുമ്പേ ഞാനൊരു 100 ജന്മം എടുത്തു, മനുഷ്യജന്മം തന്നെ ഒരു 100 ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 ജന്മത്തിലും ചെയ്ത് കൂട്ടിയ നല്ലതും കെട്ടതും ഒന്നിച്ച് ഒരു ബാഗിലിട്ടാൽ എത്ര ഇരിക്കും? അതാണ് നമ്മളുടെ മുതുകത്ത് ചുമന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ വേറൊരു കാര്യം, അവനോൻ്റെ കർമ്മ അവനോൻ തന്നെ വെച്ച് അനുഭവിച്ച് തീർക്കണം. അനുഭവം എന്ന് പറയുമ്പം അത് പോസിറ്റീവായിട്ടും ആകാം നെഗറ്റീവായിട്ടും ആയിരിക്കാം. ഇപ്പോൾ ഒരു കൊച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നു, അപ്പോൾ അമ്മയ്ക്ക് കണ്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, എൻ്റെ കൊച്ചിൻ്റെ കഷ്ടം ഞാൻ കുറച്ച് എടുത്തോട്ടെ. പറ്റൂല. അത് എത്ര തന്നെ ആ കൊച്ച് കഷ്ടപ്പെട്ടാലും എത്ര തന്നെ അമ്മയോ അച്ഛനോ കൂടെ ഉള്ളവർ സ്നേഹിച്ചാലും അതിൽ ഒരു ശതമാനം പോലും നമുക്ക് കണ്ട് വേദനിക്കാമെന്നല്ലാതെ അതിൽ എടുത്ത് ആ കൊച്ചിൻ്റെ കർമ്മാവിനെ ഞാൻ തീർക്കാം എന്ന് പറയുന്നത് നടക്കാത്ത കാര്യം. അപ്പം അതാണ് നമ്മൾ സാധാരണ സംസാരത്തിൽ വരുമ്പം ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഉപ്പ് തിന്നാൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അതായത് ഒരുപാട് നെഗറ്റീവ് കർമാസ് ചെയ്താൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഈ സഞ്ചിത കർമ്മയാണ് ഇത്. അപ്പോൾ ഈ സഞ്ചിത കർമ്മയിൽ നിന്ന് അടുത്ത ജന്മം എടുക്കുമ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഈ ഭൂമിയിൽ ചെയ്ത കർമ്മവിനെ ഈ ഭൂമിയിൽ തന്നെയാണ് വന്ന് നമുക്ക് തീർക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 ഈ പുനരഭിജനനം മരണം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ബർത്ത് ഡെത്ത് സൈക്കിൾ, ഈ ജനിക്കുക മരിക്കുക, പിന്നെയും ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, ഇതിങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കർമ്മം ചെയ്ത് കൂട്ടുക. അപ്പം ഇപ്പം ഒരു ജന്മം എടുക്കുമ്പം സഞ്ചിത കർമ്മ മൊത്തം ഒരു ജന്മത്തിൽ തീർക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ അത് ഒരു 10, 100, 200, 300 ജന്മങ്ങളുടെ കളക്ഷനാണ്. അത് വലിയ ഒരു കലവറയാണ്, ഒരു സ്റ്റോർ ഹൗസാണ്. അപ്പം ഈ സോൾ പ്ലാനിങ് എന്ന് പറയുമ്പം ഈ ആത്മാ മേലോകത്ത് ഇരിക്കുമ്പം ഈ നമ്മുടെ ആത്മാ നമുക്ക് സഹായിക്കാൻ ഒരുപാട് സ്പിരിറ്റ് ഗൈഡ്സ് കാണും. അതായത് നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിലുള്ള ആത്മാക്കൾ അവിടെ ഒരുപാട് പേരുണ്ട്. അപ്പം അവർ നമ്മളെ ഗൈഡ് ചെയ്യും. അതായത് നീ ഇന്നത് ചെയ്, നിനക്ക് വന്ന് ഇത്ര ഉണ്ട്, ഇത്ര സഞ്ചിത കർമ്മമുണ്ട്, അത് 60% പോസിറ്റീവ് കർമ്മമുണ്ട്, 40% നെഗറ്റീവ് കർമ്മമുണ്ട്.
അപ്പം ഒറ്റയടിക്ക് 60ഉം 40ഉം ഒറ്റയടിക്ക് ഒരു ജന്മത്തിൽ തീർക്കാൻ പറ്റില്ല. അപ്പം നിനക്ക് എന്ത് വേണം എന്നാൽ അവർ നമ്മളെ ചോദിക്കുന്നു വെച്ചാൽ ഗൈഡ് ചെയ്യും. അപ്പോൾ ഈ സോൾ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ഇപ്പം നമുക്കറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ഒരുപാട് ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയെടുത്തത്. അപ്പം അങ്ങനെയൊക്കെ സോൾ പ്ലാനിങ് ചെയ്യുമ്പം ഓക്കെ, ഞാൻ എൻ്റെ 30% പോസിറ്റീവ് കർമ്മയും ഒരു 10% നെഗറ്റീവ് കർമ്മയും ഈ ജന്മത്ത് എടുക്കാം, കഴിച്ചു തീർക്കാം എന്ന് ഒരു സോൾ പ്ലാനിങ് നടക്കും. ആ സോൾ പ്ലാനിങ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഏത് അമ്മയുടെയും അച്ഛൻ്റെയും ഏത് അമ്മയുടെ വയറ്റിൽ ജനിക്കണം, നമുക്ക് ആരായിരിക്കണം അമ്മ, ആരായിരിക്കണം അച്ഛൻ, ആരായിരിക്കണം നമ്മുടെ കൂടെ നമ്മുടെ കുടുംബത്തിലുള്ളവർ, ഏത് കുടുംബത്തിൽ നമ്മൾ ജനിക്കണം എന്നുള്ളത് ഈ പെർസെൻറ്റേജ് കണക്ക് വെച്ചുകൊണ്ടാണ് നമ്മുടെ ആത്മാവാണ് തീരുമാനിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമ്മനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കുക. ഓക്കെ, അപ്പം എത്ര പെർസെൻറ്റേജ് സന്തോഷമായിട്ടിരിക്കാം ഈ ഫാമിലിയിൽ എന്ന് വെച്ചാൽ നമ്മൾ 30% എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം 30% സന്തോഷം തരുന്ന ഒരു കുടുംബം, അതേസമയത്ത് 10% ഉള്ളൂ ഈ ജന്മം, എനിക്ക് 10% കഷ്ടപ്പെടാനുള്ളൂ, എനിക്ക് അതിന്മേൽ പറ്റൂല എന്താ വെച്ചാൽ കഴിഞ്ഞ ജന്മവും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചോണം. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിലായിരിക്കും ഈ ആത്മാവ് ജനിക്കുന്നത്. ആത്മാവ് ജനിക്കുന്നത് വെച്ചാൽ ഏത് അമ്മയുടെ വയറ്റിൽ. ഇപ്പം ബുദ്ധരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബുദ്ധർ ജനിക്കുന്നതിന് മുമ്പേ ഈ അമ്മയുടെ വയറ്റിലാണ് ഞാൻ ജനിക്കേണ്ടത് എന്ന് വരെ തീർമാനിച്ചു. ബുദ്ധർ ജനിച്ചത് പൗർണമിയിലാണ്, ജ്ഞാനോദയം എൻലൈറ്റൻമെൻറ്റ് കിട്ടിയത് പൗർണമിയിലാണ്, മരിച്ചതും പൗർണമിയിലാണ്. അപ്പം ബുദ്ധർ നേരത്തെ പറഞ്ഞു വെച്ചു, ഏതമ്മ ഒരു ആനയെ സ്വപ്നം കാണുന്നോ ആ അമ്മയുടെ വയറ്റിലായിരിക്കും ഞാൻ ജനിക്കുന്നത്. അങ്ങനെ മഹാന്കൾക്കൊക്കെ അത് പറ്റും, പക്ഷേ നമ്മളും അത് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കതൊന്നും ഓർമ്മയില്ലെന്നേ ഉള്ളൂ. അപ്പം ഈ കർമ്മ എന്ന് പറയുന്നത് വളരെ 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 കാര്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ എത്ര വേഗം അതിനെ മനസ്സിലാക്കുന്നോ അത്രയും വേഗം നമ്മൾ അതിനെ മനസ്സിലാക്കി എടുത്ത് അതിനെ ഏറ്റപോലെ ജീവിക്കാൻ പഠിച്ചാൽ ഈ പുനരഭിജനനം പുനരഭി മരണം എന്നുള്ളത് നമുക്ക് അതിനൊരു ഫുൾ സ്റ്റോപ്പ്, അതിനൊരു നിർത്തിടാം. അതിനെ നിർത്തിടുന്നു എന്ന് പറയുന്നതാണ് മുക്തി. അതാണ് ഈ കർമ്മയുടെ ഒരു കാര്യം. ഈ ചെറുപ്പത്തിലെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത് അന്ന് അമ്മ മനസ്സിലാക്കിയ രീതിയും പിന്നീട് ആധ്യാത്മികതയിലേക്ക് കൂടുതൽ ആഴങ്ങൾ ഇറങ്ങിയപ്പോൾ അതിൽ ലഭിച്ച ആ ഒരു മീനിങ് അല്ലെങ്കിൽ അതിൽ അമ്മയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഏത് സ്റ്റോറിയാണെന്നൂടെ ഒന്ന് പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്. ഒരുപാട് കഥകൾ ഇപ്പോഴും അങ്ങനെ ഓർമ്മയുണ്ട്. എന്നാലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറയുന്നത് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതാണ്. അതായത് ഈ ഭക്തി എന്ന് വെച്ചാൽ എന്തുവാ, ഭക്തി മാർഗം എന്ന് വെച്ചാൽ എന്തുവാ എന്ന് ഉള്ളത് വിശദീകരിക്കുന്ന ഒരു കഥയാണ്. അപ്പം ഈ നമ്മൾ ഒരമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നു. ഈ ഡേ ടു ഡേ ലൈഫിലുള്ള എക്സാമ്പിൾസാണ് രാമകൃഷ്ണ പരമഹംസർ ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആർക്ക് വായിച്ചാൽ, എനിക്ക് 6ാം ക്ലാസ്സിൽ വായിക്കുമ്പോഴേ എനിക്കത് മനസ്സിൽ പതിഞ്ഞതിൻ്റെ കാരണം അതാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നു. അപ്പം ഒരു കൈക്കുഞ്ഞുണ്ട്, 2 വയസ്സ് കുഞ്ഞ്. അപ്പം അമ്മയ്ക്ക് അടുക്കളയിൽ ജോലി തീർക്കണം. അപ്പോൾ എന്ത് ചെയ്യും? കുറേ അക്കാലത്ത്, ഇപ്പോഴൊക്കെ ടോയ്സും റോബോട്ട്സും ഒക്കെ ഉണ്ട്. പക്ഷേ അക്കാലത്ത് കുറച്ച് കരണ്ടി, കുറച്ച് ഗ്ലാസ്, കുറച്ച് പ്ലേറ്റ്, സ്പൂണ് എല്ലാം കൂടെ എടുത്തിട്ട് കുഞ്ഞിൻ്റെ മുമ്പിൽ കുറച്ച് കളി സാധനങ്ങളൊക്കെ കുഞ്ഞിൻ്റെ മുമ്പിൽ കൊണ്ടിടും, ഒരു അടുക്കളയിലെ ഒരു മൂലയിൽ. ആ കുഞ്ഞിങ്ങനെ കളിച്ച് തട്ടിയും കൊട്ടിയും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് അമ്മ പടപടയെന്ന് ജോലി ചെയ്യും. എന്നുവെച്ചാൽ ഏത് സമയത്തും കുഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിർത്തില്ല. അപ്പോൾ അതിനു മുമ്പേ എല്ലാം തീർക്കണമെന്ന് വലിയ സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പം കുഞ്ഞും കളിക്കും. കുറച്ച് കളിച്ച് വരുമ്പം കുഞ്ഞിന് മതിയാകും. എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് അമ്മ എന്നൊരു വിളി. അതിന് പിന്നെ അമ്മയ്ക്ക് ഒരു രക്ഷയില്ല, വന്നേ പറ്റൂ, കുഞ്ഞിനെ എടുത്തേ പറ്റൂ.
അതുപോലെയാണ് നിങ്ങളുടെ ഭക്തിയും വേണ്ടിയത്. നിങ്ങൾ ഈ ഭക്തിയായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് ഈ ലൗകിക ജീവിതത്തിൽ, ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ്, മണ്ടെയിൻ ലൈഫിൽ നമ്മൾ പലതും ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട്, പലതും ചെയ്യുന്നു. നമ്മൾ ഇത് ചെയ്യണം, അത് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം, എല്ലാം ചെയ്യണം, എല്ലാം ചെയ്യുന്നു. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം എനിക്കിതൊക്കെ മതി, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ പാതാരവിന്ദങ്ങൾ മതി, എനിക്ക് ഇതിലൊന്നും വലിയ ഒരു തൃപ്തി കിട്ടുന്നില്ല, എനിക്ക് ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരു ജീവിതമാണ്, എല്ലാം കിട്ടുന്നു, ഞാൻ നേടുന്നതെല്ലാം കിട്ടുന്നു, എന്നാലും അതിൽ ഒരു ആനന്ദമില്ല, എനിക്കൊരു തൃപ്തി, അതായത് 100% ഹാപ്പിനെസ്, തൃപ്തിയില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും മതിയാക്കി ഒരു ദിവസം എങ്ങനെ ഈ കൊച്ചു കളിസാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് അമ്മ എന്നൊരു വിളിക്കുന്നു, അതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ കാലിൽ നിങ്ങളെ സമർപ്പിക്കുന്നോ, ശരണാഗതി അടയുന്നോ, അന്നായിരിക്കും നിങ്ങൾക്ക് ഈ മോക്ഷം കിട്ടാനുള്ള ഒരു കതവ് തുറക്കുന്നേ എന്ന് പറഞ്ഞു. ഇത് എനിക്ക് അപ്പോഴേ മനസ്സിലായി, എന്നാലും വലിയ ഒരിത് കിട്ടി, അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ ആ കഥ, ഒരുപാട് കഥകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിലൊന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതേ അനുഭവം എൻ്റെ ജീവിതത്തിലും വന്നു. ഞാൻ ഇപ്പം സ്കൂളിൽ പോകുന്നു, ശനി ഞായറൊക്കെ കുഞ്ഞിൻ്റെ കൂടെ വീട്ടിൽ ഇരിക്കും. എൻ്റെ മോളപ്പം 2 വയസ്സങ്ങാണ്ട്. ഇതേ സിറ്റുവേഷനായിരുന്നു. പടപടേന്ന് ഉച്ചയ്ക്ക് ഉള്ളതെല്ലാം ഉണ്ടാക്കും. അപ്പോഴത്തേക്ക് കുറേ കളിസാധനം, ഒരു വലിയ കൊട്ട നിറച്ച് അവളുടെ കളിസാധനവും എല്ലാം ഇട്ട് കൊടുത്തേക്കും. കുറേ നേരം കളിക്കും. ഒരു സമയത്ത് എല്ലാം എടുത്തെറിഞ്ഞിട്ട് അമ്മ എന്നെ എടുന്ന് പറയും. എടുക്കുമ്പോൾ എടുത്തേ പറ്റൂ, പിന്നെ അടുക്കളയിൽ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പം എനിക്ക് മനസ്സിലായി, ഇതുപോലെ ഇതെല്ലാം മതിയാക്കിയിട്ട് നമ്മുടെ മനസ്സുകൊണ്ട്, ഇപ്പം ദേഹം കൊണ്ടോ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് വിട്ട് പോകണമെന്നല്ല, നമ്മുടെ ഈ ജീവിതത്തിൽ ഈ മണ്ടെയിൻ ലൈഫിൽ ഇരുന്നുകൊണ്ട് തന്നെ, ഈ മെറ്റീരിയലിസ്റ്റിക്, അതായത് ഈ ലൗകിക ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ദേവി അല്ലെങ്കിൽ ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഇഷ്ട ദൈവത്തിനെ വിളിച്ച് നമ്മൾ കാലടിയിൽ മുറുക്കി പിടിക്കുന്നോ, അന്നായിരിക്കും നമുക്ക് മുക്തി എന്നുള്ള പാതയിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തുടക്കം കുറിക്കുന്നത്. അപ്പം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള നല്ല ഒരു കഥ. വേറെയും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു കാര്യം സദ്ഗുരു പറഞ്ഞത്, സദ്ഗുരു അല്ല, രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതാണ്, ഈ മുണമുണക്കരുത്. മുണമുണെന്ന് വെച്ചാൽ പുറുപുറുക്കരുത്. അതുപോലും നമ്മളുടെ എനർജി ലെവലിനെ വല്ലാതെ താക്കും. അതായത് ആസ്ട്രൽ ബോഡി, അതായത് ഈ സ്ഥൂല ദേഹം, സൂക്ഷ്മദേഹം ഉണ്ടല്ലോ, അതായത് ഫിസിക്കൽ ബോഡി, അന്നമയ കോശം, പിന്നെ മനോമയ കോശം, പ്രാണമയ കോശം. ഈ പ്രാണമയ കോശത്തിനെ അടിക്കുന്ന അതായത് പ്രാണമയ കോശം എന്ന് പറയുന്നത് നമ്മുടെ എനർജി ബോഡി. ആ എനർജി ബോഡിയിൽ പോയി നമ്മളെ തകർത്ത് താഴോട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ ദേഷ്യം പിടിക്കുന്നത്. അതിന് പുറമേ ഈ ചിലരെ ഉണ്ടല്ലോ, വെളിയിലൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ പുറുപുറുക്കുന്നതെന്നാണ് നമ്മുടെ മേമറി എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ മേമറി, പുറുപുറുക്കുന്നത്. അവർക്ക് കേൾക്കും വേണം, പക്ഷേ ക്ലിയറായിട്ട് കേൾക്കും ചെയ്യരുത്, പിന്നെയും വഴക്കായിരിക്കും. അപ്പം പുറുപുറുന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ സർവകാലം ഇങ്ങനെ മനസ്സിൽ അതുവരെ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അങ്ങനെ പുറുപുറുക്കുന്നത് നമ്മളുടെ എനർജി ബോഡിയെ, എനർജി ലെവലിനെ തകർക്കും എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ധ്യാന സാധനയിൽ സാധകർ മെയിനായിട്ട് നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം ചിന്തകൾ ബേസിക്കലി തരംഗ സ്വഭാവങ്ങളുള്ളവയാണ്. അപ്പം പൊതുവെ നമ്മളിൽ ബീറ്റ തരംഗങ്ങളെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ ധ്യാനം ചെയ്ത് നമ്മൾ അതിനെ ഉയർത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശീലിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ആൽഫ, ബീറ്റ, ഗാമ തരംഗങ്ങൾ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാം. അതായത് ഈ നമ്മുടെ മനസ്സിൽ സദാ സർവകാലവും ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും, ഇല്ലേ?
എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്, മനസ്സിൻ്റെ നേച്ചറാണ്. അതുകൊണ്ടാണ് ഈ മനസ്സിനെ മങ്കി മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വാമി വിവേകാനന്ദർ തന്നെ മനസ്സിനെ കുറിച്ച് പറയുമ്പം ഈ കള്ള് കുടിച്ച ഒരു കുരങ്ങാണ് നമ്മുടെ മനസ്സ് എന്ന് പറയും. അപ്പം അതിന് പുറമെ ഒരുപാട് പേര് മനസ്സിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പലരും പല രീതിയിലാണ് ഈ മങ്കി മൈൻഡിനെ വിസ്തരിച്ച് പറയുന്നത്. എന്തായിരുന്നാലും ഒന്നുമില്ലെങ്കിലും നമ്മുടെ മൈൻഡ് മങ്കി മൈൻഡായിട്ടെങ്കിലും ഇരിക്കും. ഓക്കെ, മങ്കി മൈൻഡ് എന്ന് വെച്ചാൽ എന്തുവാ, ഈ കുരങ്ങ് ഒരു മരത്തിൽ ഒരു ബ്രാഞ്ചിൽ കൂടുതൽ 1 സെക്കൻഡ് 2 സെക്കൻഡ് 5 സെക്കൻഡ് ഇരിക്കും. ഉടനെ ഒരു കാരണവുമില്ല അത് അടുത്ത ഇതിലോട്ട് മാറും. പിന്നെ മേളിലോട്ട് ചാടും, പിന്നെ താഴോട്ട് ചാടും, പിന്നെ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും. അതാണല്ലോ ഒരു കുരങ്ങിൻ്റെ സ്വഭാവം. അത് മാത്രമല്ല, നമുക്ക് ഈ കുരങ്ങിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ചാൾസ് ഡാർവിൻ പറഞ്ഞ പോലെ ഈ കുരങ്ങിൽ നിന്ന് വന്നതാണല്ലോ. ഇപ്പം ഈ മനുഷ്യക്കുരങ്ങ് ചിമ്പാൻസിയും മനുഷ്യനെ എടുത്താൽ നമ്മൾക്ക് 2 പേർക്കും, മനുഷ്യക്കുരങ്ങിനും നമുക്കും 98.6% ഒരേ DNA ആണ്. ബാക്കിയുള്ളതിലാണ് നമുക്ക് പരിണാമ വളർച്ചയിൽ എവല്യൂഷനിൽ മുന്നോട്ട് പോയതും നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഈ കുനിഞ്ഞിരിക്കുന്നതിൽ നിന്ന് സ്ട്രെയിറ്റായിട്ട് വന്നതും ബ്രെയിൻ ഡെവലപ്മെൻറ്റും വന്നത്. അല്ലെങ്കിൽ നമ്മളും ഏകദേശം ഈ മനുഷ്യക്കുരങ്ങിൻ്റെ കൂട്ട് തന്നെയാണ്. പക്ഷേ എന്തോ തന്നെ പരിണാമ വളർച്ചയിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പായി. പക്ഷേ മനസ്സ്, ഈ മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ മങ്കി മൈൻഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബ്രെയിൻ വേറെ, മനസ്സ് വേറെ. അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയറാണ്, പക്ഷേ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഹാർഡ്വെയറാണ്. അങ്ങനെ വേണം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ. അപ്പം ഈ ധ്യാനം, ഈ ആനാപാനസതി എടുത്താലും ശരി, വിപസന എടുത്താലും ശരി, അല്ല വേറെ ഏതെങ്കിലും ധ്യാനം എടുത്താലും ശരി, ഈ എല്ലാ ധ്യാന മാർഗങ്ങളും പോകുന്നത് ഒരു സ്ഥലത്താണ് പോയി എത്തിച്ചേരുന്നത്. അതെന്തുവാന്ന് വെച്ചാൽ നോ തോട്ട് സ്റ്റേറ്റ്. ഈ നോ തോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ നോ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയും, ചിലർ നോ തോട്ട് സ്റ്റേറ്റ് എന്ന് പറയും. പക്ഷേ എനിക്കിഷ്ടം നോ തോട്ട് സ്റ്റേറ്റ് എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നോ മൈൻഡ് സ്റ്റേറ്റ് നമുക്ക് വരുന്നില്ല. നോ മൈൻഡ് എന്ന് വെച്ചാൽ മനസ്സില്ലാതെ പോവുക. നമുക്ക് മനസ്സില്ലാതെ പോകാനേ ചാൻസ് ഇല്ല. നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ മനസ്സും, അതായത് മനോമയ കോശവും പ്രാണമയ കോശവും ഒന്നിച്ച് ചേർന്നാണ് ദേഹത്തിനെ വിട്ടിട്ട് മേളിൽ പോകുന്നത്, സ്പിരിറ്റായിട്ട് അല്ലെങ്കിൽ ആവിയായിട്ട്. ഓക്കെ, അപ്പം മനസ്സ് ഇല്ലാത്ത ഒരു ഘട്ടം നമുക്ക് വരുന്നേ ഇല്ല. അപ്പം നോ മൈൻഡ് സ്റ്റേറ്റിനെക്കാട്ടിലും നോ തോട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ഈ നോ തോട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് മുക്തി. ഈ മുക്തി എന്ന് പറയുന്നത് പല രീതിയിലും വ്യാഖ്യാനം ചെയ്യാം, പല രീതികളിലും. ഇപ്പം ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പ്രോവർബുണ്ട്, അതായത് ഓൾ റോഡ്സ് ലീഡ് ടു റോം എന്ന് പറയുന്ന പോലെ എന്ത് മാർഗം ആത്മീയതയിൽ നമ്മൾ സ്വീകരിച്ചാലും ഒടുക്കം പോയി എത്തുന്നത് ഈ മുക്തിയിലാണ്. അതായത് എൻലൈറ്റൻമെൻറ്റ്, ലിബറേഷൻ, വിമോചനം. ഈ കിടന്ന് ചുറ്റിക്കളിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു വിമോചനം. ഏതിൽ നിന്ന് വിമോചനം? അതായത് ഈ വേറൊരു ജന്മം എടുക്കരുത്. ഈ ബർത്ത് ഡെത്ത് സൈക്കിളിൽ നിന്ന് ഒരു വിമോചനം കിട്ടണം. അതാണ് ശരിക്കുമുള്ള മുക്തി. അപ്പം ആ മുക്തിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി ഈ നോ തോട്ട് സ്റ്റേറ്റിൽ എത്തുന്നതാണ്. അപ്പം ഈ ഏത് മെഡിറ്റേഷൻ ധ്യാനം ചെയ്താലും നമ്മളുടെ ഉന്നം ഈ നോ തോട്ട് സ്റ്റേറ്റിൽ എത്തണം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നിലയിൽ, സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരുമേ ഈ ബീറ്റ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഈ ബീറ്റ സ്റ്റേറ്റ് എന്ന് പറയുമ്പം നമുക്കൊരു ചിന്ത എന്ന് പറയുന്നത് 6 സെക്കൻഡിനൊരിക്കൽ ഒരു ചിന്ത ഉണ്ടാകും. ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ നിമിഷം ഈ നിമിഷം ഇവിടെ കൊഞ്ചറവിള, അടുത്ത നിമിഷം വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അടുത്ത നിമിഷം അമേരിക്കയിലായിരിക്കും, അതിൻ്റെ അടുത്ത നിമിഷം ജപ്പാനിലായിരിക്കും. അതിന് നമുക്ക് വിസയും പാസ്പോർട്ടും ടിക്കറ്റും ഒന്നും വേണ്ട, ചാടി 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 പോകാൻ നമുക്ക് നമ്മുടെ മനസ്സിന് സാധിക്കും. നമ്മുടെ മനസ്സ് ചെയ്യുന്നതും അതാണ്. അപ്പം നമ്മൾ ഈ ധ്യാനത്തിലൂടെ നമുക്ക് നേടുന്നത് ഇതൊന്നാണ്. എന്ത്? മനസ്സിനെ ഈ ബീറ്റ ലെവലിൽ നിന്ന്
ആൽഫ ലെവലിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ ബീറ്റ ലെവൽ എന്ന് പറയുമ്പം ഇപ്പോൾ ഇ സി ജി, ഇ എം ജി, നമ്മൾ ഇ സി ജി എടുക്കുന്നു, ഹാർട്ടിൻ്റെ വേഗത വേഗം എങ്ങനെയാണെന്നുള്ളത്. അതേമാതിരി ബ്രെയിൻ വേവ്സ് എത്ര ഫാസ്റ്റാണ്, ഇ ജി, ഈ ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അതുപോലെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നമ്മുടെ മനസ്സിൻ്റെ വേഗതയെ കണക്കിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണക്കിടുമ്പം എപ്പോഴും നമ്മളെല്ലാവരും സാധാരണഗതിയിലിരിക്കുന്നത് ഈ ബീറ്റ വേവ്സ് ആണ്. ബീറ്റ വേവ്സ് എന്ന് വെച്ചാൽ ഒരു 20 സൈക്കിൾ പെർ സെക്കൻഡിന് ഒരു കണക്ക് വെച്ചോണം. കറക്റ്റായിട്ട് നമ്മൾ നമ്പറല്ല പറയുന്നത്, ഒരു ഒത്തുനോക്കാൻ വേണ്ടി 20 സൈക്കിൾ പെർ സെക്കൻഡിൽ നിന്ന് 40 സൈക്കിൾ പെർ സെക്കൻഡ് വരെയാണ് നമ്മുടെ മനസ്സ് കിടന്ന് അടിച്ചോളുന്നത്. 20 എന്ന് പറഞ്ഞാലേ എപ്പോഴും ഈ ടെൻഷനോടെ ഫാസ്റ്റായിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ 40 എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അങ്ങേയറ്റത്തെ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് ഈ 40 എന്നൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പം അത് നമ്മളുടെ ദേഹത്ത് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കും. ബ്രീതിങ് റേറ്റ്, ശ്വസിക്കുന്ന ഇത് കൂടും, ഹാർട്ട് ബീറ്റ് കൂടും. നമുക്ക് തന്നെ അറിയാം, അങ്ങനെ ഫാസ്റ്റായിട്ട് നമുക്ക് ശ്വാസം ചെയ്യും ദേഷ്യത്തിൽ, വഴക്കിടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ അങ്ങേ അറ്റത്തെ സ്റ്റേറ്റാണ്. പക്ഷേ പൊതുവേ നമ്മൾ ഈ 20, 22 ഇങ്ങനെ ഈ ബീറ്റ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ ബീറ്റ സ്റ്റേറ്റിൽ നിന്ന് ആൽഫ സ്റ്റേറ്റിലോട്ട് കുറച്ചെങ്കിലും കാമായിട്ട് വരുന്നതാണ് ആൽഫ, പിന്നെയാണ് തീറ്റ, പിന്നെയാണ് ഡെൽറ്റ. അപ്പോൾ ഇതിനൊക്കെ റഫായിട്ട് ഒരു കാൽക്കുലേഷൻ, എത്ര സൈക്കിൾ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിനകത്ത് എത്ര സൈക്കിൾ, എത്ര വേഗത്തിലാണ് നമ്മുടെ മനസ്സ് ഈ മെഷീൻ പോലെ കിടന്ന് കറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാതെ അവർ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഈ ആൽഫ എന്ന് പറയുന്നത് 7 to 14, റഫായിട്ട് 7 to 14, ചില 7 to 15 എന്ന് പറയും. അപ്പോൾ 7 to 20 എന്ന് വേണമെങ്കിൽ പറയും. പക്ഷേ ഈ ആൽഫ എന്ന് പറയുമ്പോഴേ അതിൽ നിന്ന് ബീറ്റ സ്റ്റേറ്റിൽ നിന്ന് വേഗത കുറഞ്ഞ് വരണം. അപ്പോൾ എന്തു അർത്ഥം, നമ്മുടെ മനസ്സ് ചലിക്കാതിരിക്കണം. ഒറ്റയടിക്ക് ചലിക്കാതിരിക്കാൻ കൊണ്ടുവരുന്നത് പറ്റുമില്ല. ചിലപ്പോൾ അത് ഈ ജന്മം പൂരാ നമ്മൾ മെഡിറ്റേഷൻ ധ്യാനം ചെയ്താലും ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല. ചിലർക്ക് എളുപ്പം കിട്ടും. അതൊക്കെയാണ് ഈ മുൻജന്മ വാസന എന്ന് പറയുന്നത്. ഒരാൾ കഴിഞ്ഞ ജന്മത്തോ അല്ലെങ്കിൽ വേറെ പഴയ ജന്മത്തോ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്രാവശ്യം 60 വയസ്സിൽ കൂടെ അങ്ങേര് മെഡിറ്റേഷൻ തുടങ്ങാം. പക്ഷേ തുടങ്ങിയാൽ ഇരുന്നാൽ ഉടനെ അങ്ങേർക്ക് കൈ കൂടും, അത് ചെയ്യാൻ പറ്റും എളുപ്പം. അതൊക്കെയാണ് മുൻജന്മവാസന എന്ന് പറയുന്നത്. പക്ഷേ എന്തോ ആയിരുന്നാലും ഈ ധ്യാനത്തിലൂടെ നമ്മൾ ഇരുന്ന് ഈ ആനാപാനസതിയിലും വിപസന മെഡിറ്റേഷനിലും ആനാപാനസതി മെഡിറ്റേഷനിലും വിപസന ധ്യാനത്തിലും രണ്ടിലും നമ്മൾ എന്തുവാ ചെയ്യുന്നത്, മെയിനായിട്ട് നമ്മളുടെ ശ്വാസത്തിനെയാണ് നിരീക്ഷിക്കുന്നത്. ഈ ശ്വാസത്തിനെ നിരീക്ഷിക്കുന്നതെന്ന് പറയുമ്പം അതായത് നമ്മൾ ഫാസ്റ്റായിട്ട് എടുക്കുക, അതൊന്നുമല്ല, ഫാസ്റ്റായിട്ട് ഒന്നും എടുക്കണ്ട, നമ്മൾ വെറുതെ അങ്ങ് ഇരുന്ന് കൊടുക്കുക. ഇപ്പം അത് വേറൊരു കാര്യമുണ്ട്, ഐ എം ഡൂയിങ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുക, ഞാൻ ഇന്ന് അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു എന്ന് പറയുന്നതേ തെറ്റാണ്. നമ്മളല്ല മെഡിറ്റേഷൻ ചെയ്യുന്നത്, നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ഇരുന്ന് കൊടുക്കുന്നു, ആ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ സർവ്വകാലം ഈ ദേഷ്യത്തിലേ ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നാലേ എവിടെ നടക്കും, ഒരു കാംനെസ്സും വരത്തില്ല. അപ്പം മനസ്സിനെ കാമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുക. അപ്പം നമ്മളുടെ ദേഹത്ത് ആസനശുദ്ധി, ബാക്കി സറൗണ്ടിങ്സൊക്കെ നേരെ ചൊവ്വേ ഇരിക്കുമ്പം നമുക്ക് കൂടുതൽ ഈ ധ്യാനത്തിൻ്റെ നിലയിൽ എത്തിപ്പെടാൻ പറ്റും. അത് ഒരു ദിവസത്തിൽ കിട്ടുമെന്നോ ഒരു ജന്മത്തിൽ കിട്ടുമെന്നോ എന്ന് പോലും പറയാനൊക്കത്തില്ല. പക്ഷേ നമ്മൾ ശ്രമിക്കണം, നമ്മൾ എത്ര ദൂരം ശ്രമിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പം ധ്യാനമെന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഈ ധ്യാനം എന്ന് പറയുമ്പം എന്തുവാ, ഈ നോ തോട്ട് സ്റ്റേറ്റിൽ നമ്മൾ എത്തണം. ഇപ്പം നോ തോട്ട് സ്റ്റേറ്റിൽ എത്തണമെന്ന് പറയുമ്പോൾ ധ്യാനം ചെയ്തവർക്ക്, ഇരിക്കുന്നവർക്കറിയാം, ഈ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും മനസ്സിൻ്റെ വേഗത കൂടുന്നത്. ചെയ്തവർക്ക് അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. എത്ര ദൂരം നമ്മൾ കാമാക്കണം, അതിനാണ് പറയുന്നത് മനസ്സിനെ അടക്കാൻ നോക്കരുത്. മനസ്സിനെ എത്ര അടക്കിയാലും, ഒരു കുരങ്ങിനെ പിടിച്ച് അമിക്കി ഇരുത്തിയാൽ നമ്മുടെ പുറത്ത് തന്നെ ചാടും, അല്ലെങ്കിൽ 10 മടങ്ങ് അത് വേഗത്തോടെ ചാടും. അതുപോലെയാണ് മനസ്സ്. അപ്പോൾ അതിനെ അമർത്തി പിടിച്ച് നിർത്താനൊക്കത്തില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അടക്കാൻ പറ്റില്ല.
അപ്പോൾ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അതിനെ കാമാക്കണമെന്നാണ് പറയുന്നത്. ഈ കാം സ്റ്റേറ്റിനാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ധ്യാനത്തിലൂടെ മാത്രമേ ഈ ബീറ്റ സ്റ്റേറ്റിൽ നിന്ന്, ഈ തിളയ്ക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് സമാധാനമായിട്ടുള്ള നോ തോട്ട് സ്റ്റേറ്റിൽ വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതും നോ തോട്ട് അല്ല, തോട്ട്സ് വരും, പക്ഷേ തോട്ട്സിൻ്റെ ഫ്രീക്വൻസി കുറയും. അതായത് നേരത്തെ ഒരു സെക്കൻഡിന് 10 തോട്ട് വന്നാൽ ഇപ്പം 10 സെക്കൻഡിലായിരിക്കും ഒരു തോട്ട് വരുന്നത്. അങ്ങനെ ക്രമേണ കുറഞ്ഞ് വരുന്നതാണ് ഈ ആൽഫ സ്റ്റേറ്റ്. ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് വലിയ സയൻറ്റിസ്റ്റാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടുപിടിച്ചതെല്ലാം ഞാൻ ഈ ആൽഫ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് എന്നാണ്. അപ്പം എല്ലാ സയൻറ്റിസ്റ്റും വലിയ മഹാന്കളും വലിയ യോഗികളും ഈ ആൽഫ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് പലതും അറിയുന്നത്. അവർക്ക് ഈ ആകാശിക് റെക്കോർഡെന്നുണ്ടല്ലോ, എല്ലാം നേരത്തെ. ഇപ്പം വേറൊരു കാര്യം, ഈ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചെന്ന് പറയുന്ന ഒന്നും പുതിയതായിട്ടല്ല, അവർക്ക് നേരത്തെ പ്രപഞ്ചത്തിൽ ഉള്ളതാണ്, നേരത്തെ ലൈബ്രറിയിൽ അവിടെ കിടപ്പുണ്ട്, ആകാശിക് റെക്കോർഡ്സിലുണ്ട്. പക്ഷേ ഇവർ ഈ ആൽഫ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് അത് ഈ ഫ്രീക്വൻസിയും ആ ഫ്രീക്വൻസിയും വൈബ്രേഷൻ ഒന്നിച്ചിരിക്കുമ്പം അവർക്ക് പെട്ടെന്ന് അത് ക്ലിക്കാകും. അതാണ് ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ട് പറയുന്നത്. ഇപ്പം നമുക്കും ഈ ആൽഫ സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രമേ നമുക്ക് മുൻജന്മത്തിനെക്കുറിച്ച് അറിയാം, വരാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാകും. അതിന് പേരാണ് ഇൻറ്റ്യൂഷൻ. അതാണ് 3-ാം കണ്ണ്, നെറ്റിക്കണ്ണ് തുറക്കുന്നു, ഇൻറ്റ്യൂഷൻ, ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആകുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം അതാണ് ഈ ആൽഫ സ്റ്റേറ്റിൽ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ. അപ്പം അതാണ് നമ്മൾ ശ്രമിച്ച് ആ സ്ഥലത്താണ് എത്തേണ്ടത്. കർമ്മപാശം അറ്റുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത്. ശരിക്കും സാധന ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ആ കർമ്മപാശം എങ്ങനെയാണ് അറ്റുപോകുന്നത് എന്ന് വിശദീകരിക്കാമോ? ഇത് വളരെ വേണ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എല്ലാവർക്കും ഈ കർമ്മനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം. കർമ്മയിൽ നിന്ന് നമുക്ക് വിമോചനമില്ല എന്ന് മനസ്സിലായി. പക്ഷേ അപ്പോൾ ഈ കർമ്മ ചെയ്യാതെ ഇരിക്കുന്നത് എങ്ങനെ? ഇപ്പം നമ്മൾ പോസിറ്റീവ് ചെയ്താൽ നമുക്ക് സുഖങ്ങൾ കിട്ടുന്നു, നെഗറ്റീവ് ചെയ്താൽ അതിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ ഈ നമുക്ക് സുഖവും വേണ്ട ദുഃഖവും വേണ്ട. ഈ കർമ്മയെ ഇല്ലാതെ ഒരു സ്റ്റേറ്റ് നമുക്ക് ഒരു സ്ഥിതി നമുക്ക് പറ്റുമോ? അതായത് ഈ ജീവിതത്തിൽ, ഈ ലൗകിക ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റൊക്കെ എത്താൻ പറ്റുമോ ഒന്ന് ചോദിച്ചാൽ പറ്റും. അതിന് 1-2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ കാര്യം, നമ്മൾ ഏത് ചെയ്താലും മൈൻഡ്ഫുൾനെസ് ഓടെ ചെയ്യണം. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ ഈ അവയർനെസ് എന്ന് വെച്ചാൽ ഞാൻ എന്തുവാ ചെയ്യുന്നേ എന്നുള്ളതിൻ്റെ 100% ബോധ്യം വേണം ഏത് ചെയ്താലും. ഇപ്പം ഒരാൾ ദേഷ്യം വരുന്നു, ദേഷ്യത്തിൽ അയാൾക്ക് എന്ത് സംസാരിക്കുന്നു എന്നേ അറിഞ്ഞുകൂടാ. ഈ കണ്ണും മണ്ണും കാണാതെ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളത് അതാണ്. ഒരു രീതിയിലും അയാളെ നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. ഇപ്പം ഒരുപാട് പേര് പിടിച്ച് വിലക്കുന്നു, അല്ലെങ്കിൽ മിണ്ടാതിരി, സംസാരിക്കാതെ കുറച്ച് മിണ്ടാതിരി, കാം ഡൗൺ എന്നൊക്കെ എന്തൊക്കെയോ ആളുകൾ ചുറ്റിലുള്ളവരൊക്കെ പറയുന്നു. പക്ഷേ അയാൾക്ക് ഒരു നിയന്ത്രണം വിട്ട ഒരു പോക്കാണ് ഈ ദേഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ദേഷ്യം വന്നാൽ ഒരുപാട് പേർക്ക് അതിനെ അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്കതിൻ്റെ ഈ കർമ്മയുടെ വീര്യം, അതിൻ്റെ ശക്തി കൂടുന്നത്. അപ്പം മെയിനായിട്ട് അങ്ങനെ ഉള്ളപ്പം ഈ നമ്മൾ ഈ സാധനയിൽ കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് സാധിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് ദേഷ്യം വരുമ്പം തന്നെ നമുക്കറിയും ദേഷ്യപ്പെടുന്നു. ദേഷ്യം ഇങ്ങനെ ഈ BP കയറുന്ന പോലെ, അല്ലെങ്കിൽ ഈ ബാരോമീറ്ററിൽ മെർക്കുറി ഇങ്ങനെ കയറി വരുന്ന പോലെ, നിനക്ക് ദേഷ്യം പിടിക്കുന്നു, വേണ്ട, നിർത്തിക്കോ.
അത് നമ്മളുടെ മനസ്സ് തന്നെ നമുക്ക് പറഞ്ഞു തരും. മനസ്സിൻ്റെ ഒരു വികാരമാണ് ദേഷ്യം. പക്ഷേ നമ്മളുടെ അറിവ് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ സാധനയുടെ ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു അവയർനെസ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടിയത്. അതായത് ഈ കർമ്മയിൽ നിന്നുള്ള അതിൻ്റെ കർമ്മയുടെ കൈപ്പിടിയിൽ നിന്ന് നമ്മൾ മാറി ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ കർമ്മ ചെയ്യാതിരിക്കരുതെന്ന് പറയാൻ പറ്റില്ല. എന്താണോ, ഇപ്പം ഞാൻ ചുമ്മാതിരുന്നാലും ദേഹം കൊണ്ട് ഒരു കർമ്മയും ചെയ്യുന്നില്ല. പക്ഷെ മനസ്സോ, അതല്ലയോ മെയിന്. അപ്പം മനസ്സാണല്ലോ കിടന്ന് അടിക്കുന്നത്, മനസ്സിലാണല്ലോ പല ചിന്തകൾ വരുന്നത്. അതുകൊണ്ടല്ലയോ മനസ്സ വാച കർമ്മണ നമ്മൾ നിയന്ത്രിക്കണം. അപ്പം ചുമ്മാതെ ഒന്നും ചെയ്യാതെ ഒരു 24 മണിക്കൂർ ഇരുന്നാലും അവൻ കർമ്മ ചെയ്യുന്നു എന്നുകൊണ്ട് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ മനസ്സ് കിടന്ന് ഓടുവാണ്. അപ്പം അങ്ങനെ ഉള്ളപ്പം മനസ്സിൽ വിചാരങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമ്മൾ ഏതെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഏതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊന്നും സംഭവിക്കരുതെന്ന് പറയാൻ ഒക്കത്തില്ല. എന്താ വെച്ചാൽ മനസ്സിൻ്റെ രീതി അതാണ്. പക്ഷേ നമ്മൾ ഓരോ ചിന്ത വരുമ്പോഴും അത് നല്ല ചിന്തയാണോ ദുർചിന്തയാണോ എന്നുള്ളത് അവിടെ വെച്ച് അനലൈസ് ചെയ്ത്, ദുർചിന്തയാണെങ്കിൽ അതിനെ ഫർദർ മേലും അതിനെ വളരാൻ വിടരുത്, അവിടെ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു ദേഷ്യത്തിൽ, ആദ്യം എടുത്ത ഉടനെ സംസാരിക്കുന്നു ദേഷ്യത്തിൽ, പിന്നെ അറ്റ്ലീസ്റ്റ് ഉടനെയെങ്കിലും നമുക്ക് ആ ഒരു ബൾബ് കത്തണം. ബൾബ് ഓൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ വേണ്ട, ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ ശരിയാവത്തില്ല, ഇത് ചെയ്താൽ കൂടുതൽ കർമ്മയാണ്, വേണ്ട. അങ്ങനെ അപ്പോൾ അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതാണ് അവെയർനെസ് എന്ന് വെച്ചാൽ ഏത് കാര്യം ചെയ്താലും ബോധപൂർവം ചെയ്യുക. 100% നമുക്ക് അറിഞ്ഞ് ചെയ്താൽ അതിൽ കർമ്മ ഇല്ല. അങ്ങനത്തെ ഒരു കാര്യത്തിൽ കർമ്മ ഇല്ലെന്നാണ് പറയുന്നത്. കർമ്മ ഇല്ലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉള്ളിലോട്ടുള്ള അർത്ഥം നോക്കിപ്പോയാൽ നമ്മൾ അവെയർനെസ്സോടെ പൂർണ്ണ അറിവോടുകൂടി ബോധത്തോടുകൂടി ചെയ്യുമ്പം നമ്മൾ നല്ലതേ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് നല്ല കർമ്മയേ ഉള്ളൂ. ഈ ചീത്ത കർമ്മയല്ലേ നമ്മൾ കുറയ്ക്കാൻ നോക്കുന്നത്. നല്ല കർമ്മ എത്ര ചെയ്താലും നല്ലതാണല്ലോ. അപ്പോൾ ഈ ചീത്ത കർമ്മയെ കുറയ്ക്കാൻ ഉള്ള ഒരു വഴി, ഏത് ചെയ്താലും 100% മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ 100% അവെയർനെസ് അല്ലെങ്കിൽ 100% ബോധപൂർവം ഏത് കാര്യവും ചെയ്യുക. ഇപ്പം ഗൗതമ ബുദ്ധ പറഞ്ഞിട്ടുണ്ട്, നടക്കുമ്പം വാക്കിംഗ് മെഡിറ്റേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വാക്കിംഗ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു കാലെടുത്ത് പൊക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നു, താക്കുന്നു, താഴെ വയ്ക്കുന്നു. അത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞ് ചെയ്താൽ ഒരു ചെവിടെ എടുത്ത് വയ്ക്കുമ്പം നമുക്കറിയും, ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്ത് വെച്ചു. അതേ കഴിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ കഴിക്കുമ്പം ഒരു മെഷീൻ്റെ കൂട്ടാണല്ലോ. മുൻവശത്ത് എന്തോ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, കയ്യിൽ മൊബൈലായിരിക്കും, അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് രാവിലെ എന്തോ കഴിച്ചെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ, അരമണിക്കൂർ കഴിഞ്ഞ് എന്ത് കഴിച്ചെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. അപ്പോൾ അത്രയും മെക്കാനിക്കലായിപ്പോയി. അങ്ങനെ മെക്കാനിക്കലായിട്ട് ചെയ്യാതെ ഞാൻ ഫുഡ് ഓക്കെ, ഇന്ന് എൻ്റെ പ്ലേറ്റിൽ 2 ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്, ഞാനത് കുഴയ്ക്കുന്നു, അത് കൈ കൊണ്ട് എടുക്കുന്നു, കഴിക്കുന്നു. ഇതാണ് കൊച്ചുനാളിൽ നഴ്സറി റൈംസിൽ പറഞ്ഞിട്ടുണ്ട്, 1 thing at a time. കൊച്ചിലേ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോഴെങ്ങും ഒന്നും മനസ്സിലായില്ല. 1 thing at a time. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ. അപ്പം ഒരു കാര്യം ചെയ്യുമ്പം അതിൽ ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും ദേഹവും ഒരേ സ്ഥലത്തിരിക്കണം. ഇപ്പം നമ്മൾ ദേഹം ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എടുത്ത് കഴിക്കുന്നു. പക്ഷെ മനസ്സ് വേറെ എവിടെയാണ്? അത് മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് അല്ല. അപ്പം മൈൻഡ്ഫുൾനെസ്സോടെ കഴിക്കുമ്പം ദേഹം ഒരു സ്ഥലത്തുണ്ട്, മനസ്സും അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് നെഗറ്റീവ് കർമ്മ ചെയ്യാതിരിക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഓരോ സെക്കൻഡും നമ്മളൊരു ചെക്ക് ഇടുക സ്വയം, മറ്റവർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ കർമ്മ നമ്മളുടെയാണ്, നമ്മൾ ചെയ്യുന്നു, നമ്മൾ അനുഭവിക്കുന്നു. അപ്പം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ അറിയണം. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് നെഗറ്റീവ് കർമാസ് ഇല്ല.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ല ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കർമ്മനെ കുറിച്ച് ഒരുപാട് പറയുന്നു, ലോ ഓഫ് കർമ്മ എല്ലാം ശരി തന്നെ, പക്ഷെ അതിൽ നിന്ന് വീണ്ടും വരാൻ ഒരു മാർഗം വേണ്ടേ? അതാണ് എനിക്ക് ഈ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നല്ല ഒരു ചോദ്യമായിരുന്നു. കൃതജ്ഞത ഒരു സാധകനിൽ സംഭവിക്കുന്നത് എപ്പോഴാണ്? കൃതജ്ഞത എന്ന് പറഞ്ഞാൽ ഒരു നന്ദി ഭാവം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഇപ്പോൾ ഈ നമ്മളുടെ ഈ ആവശ്യങ്ങളുടെ പുറകെ പോകുമ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ആവശ്യങ്ങളാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ അതിനെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള അതിൻ്റെ പുറയിലാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പം അതിനൊരു നിർത്തില്ല. അതേ സമയത്ത് നമ്മൾ ഈ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക, ഈ അവയർനെസ്സോടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രകൃതിയോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ നമ്മളെ ഈ ലോകത്ത് വരുത്തിയ ഒരു പിതാവിനോട് അല്ലെങ്കിൽ ഒരു ശക്തിയോട്, നമ്മളെക്കാട്ടിലും വലിയ ഒരു ശക്തി ഉണ്ട്. അത് ആ ശക്തിക്ക് ഏത് പേര് വേണമെങ്കിലും നമ്മൾ കൊടുക്കാം. പക്ഷേ ആ ഒരു ശക്തിയോട് നമ്മൾ ഇണങ്ങി ജീവിക്കുമ്പം ഈ നമുക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം ഇങ്ങനെ ചോദിക്കാതെ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം കുറച്ച് മാറ്റി വെച്ച് നമ്മൾ ഈ അവയർനെസ്സോടുകൂടി ജീവിക്കാൻ തുടങ്ങുമ്പോഴേ ആ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുന്നത്, നമുക്ക് ഉണ്ടാകുന്ന ഒരു വികാരം ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയാണ്, അത് സ്നേഹമാണ്, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇതൊക്കെയാണ് ഈ ഉയർന്ന തലത്തിലുള്ള മനസ്സിൻ്റെ വികാരങ്ങൾ. അപ്പം നമുക്ക് അതൊക്കെ ആ വികാരങ്ങൾ കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് എപ്പോഴും കാമായിട്ട് വെച്ചേക്കുക. നമുക്ക് കിട്ടിയ നല്ലതിനെ കുറിച്ച് നമ്മൾ നന്ദി പറയാൻ മറക്കരുത്. സദ്ഗുരു പറഞ്ഞ പോലെ രാവിലെ കണ്ണ് തുറന്ന ഉടനെ നിങ്ങൾ ചിരിക്കുക. ചിരിക്കുക എന്ന് വെച്ചാൽ കടകടകടന്നല്ല ചിരിക്കുന്നത്, നല്ല ഒരു പുഞ്ചിരി മുഖത്ത്. എന്തിന്? എത്രയോ പേര് ഉറങ്ങാൻ കിടന്നവർ എണീക്കുന്നില്ല, ഉറക്കത്തിലേ മരിക്കുന്നു. അപ്പം ദൈവം നമുക്ക് ഇനിയൊരു ദിവസം കൂടെ തന്നല്ലോ, അതിന് നന്ദി പറയുക. അപ്പം അത് തൊട്ട് തുടങ്ങുന്നു നമുക്ക്. എന്തൊക്കെ ഈ ലൗകിക ജീവിതത്തിൽ തന്നെ നമ്മളെ ചുറ്റിയുള്ളത് നമുക്ക് ഒരുപാട് ഡേഞ്ചർ ഉണ്ടാക്കുന്ന, അതായത് എന്തുവാ പറയുക, അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒന്നുമില്ല, വീട്ടിലൊരു ടൈൽസ് തറയിൽ ഒരു ചൊട്ട് വെള്ളം കിടന്നു, വേഗമായിട്ട് നമ്മൾ ചവിട്ടി തെന്നി ബാലൻസ് പോയി തലയടിച്ചു, മരിക്കാനുള്ള കാര്യം അത് മതി. വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്നു, വീട്ടിനകത്തും എപ്പോഴും ഡേഞ്ചറാണ്, വീട്ടിൻ്റെ വെളിയിലിറങ്ങിയാലും. പക്ഷേ ദൈവം സഹായിച്ച് നമ്മൾ ഇത്രയും വർഷം അങ്ങനെ നല്ല രീതിയിൽ പോന്നു, നമ്മൾ വിചാരിക്കുന്നതെല്ലാം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നമ്മൾ അതിനെ നന്ദിയോട് വേണം നോക്കാൻ. അപ്പം ഈ നന്ദി അല്ലെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പം ഇത് ഉണ്ടെങ്കിലേ മതി നമുക്ക് എല്ലാം നേടിയെടുക്കാം. അതായത് ഈ കർമ്മൻ്റെ ഇഫക്റ്റ് എല്ലാം പോയിട്ട് വളരെ സമാധാനത്തോടെ സംതൃപ്തിയോട് ജീവിക്കാൻ പറ്റും. അവനുണ്ട്, അവന് 4 കാറുണ്ട്, എനിക്ക് സൈക്കിളേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു സ്കൂട്ടറേ ഉള്ളൂ, അങ്ങനെ ഒരു അതൃപ്തിയോട് കൂടിയ ഒരു ജീവിതം ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയതിനെല്ലാം നമ്മൾ നന്ദി പറയുക. ഓരോ കാര്യത്തിനും ഒന്നുമില്ല. ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഏതിനെക്കുറിച്ചാണ് ഒരുപാട് നന്ദി പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പം അങ്ങേര് പറഞ്ഞതാണ്, ഞാൻ ശ്വസിക്കുന്നില്ലയോ, ഞാൻ ജീവിച്ചിരിക്കുന്നില്ലയോ, അതിനെ നന്ദി പറയുക. എന്നുവെച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ജീവിച്ചിരിക്കുന്നു, ഓരോ നിമിഷവും ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ എത്ര പേര് നമ്മൾ ഈ ശ്വാസത്തിനെ നോക്കി അതിന് നന്ദി പറയുന്നു? അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ അവയർനെസ്സോടെ ജീവിക്കുമ്പം എല്ലാത്തിനും നമുക്ക് കംപ്ലൈൻ്റ് അല്ല പറയാനുള്ളത്, എല്ലാത്തിനും നന്ദിയാണ് നമ്മുടെ മനസ്സിൽ തോന്നേണ്ടത്.
അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് പോയാൽ തന്നെ മതി, നമുക്ക് മുക്തി കിട്ടും, മോക്ഷം ഉറപ്പാണ് എന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ള വളർന്നു വരുന്ന സാധകർ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്തിനാണ് ഇപ്പോഴേ ആത്മീയതയിലേക്ക് കടന്നു പോയത്? പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ ബന്ധുക്കളായിരിക്കും, എല്ലാവരും ചോദിക്കാറുണ്ട്. ആത്മീയതയിലേക്ക് കടന്നു വരാൻ പ്രായം ഒരു ബാധകമാണോ? പ്രായം ബാധകമാണോ? ഇതും ഒരു വളരെ നല്ല ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മീയതയ്ക്ക് വരാൻ ഒരു പ്രായം ഇല്ല, ഒരു ഏജ് കട്ട് ഓഫ് ഇല്ല. ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് കോളേജിൽ പോകുമ്പം ഇത്ര ഏജ് പൂർത്തിയായിരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആത്മീയതയിൽ ഒട്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിനെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു ഏജ് ബാറും ഇല്ല. അതായത് ഒരു കൊച്ച് ജനിച്ച് ഒരു 2-3 വയസ്സാകുമ്പം തന്നെ അത് നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറിൽ, നമ്മുടെ ഇന്ത്യയെ ചുറ്റിയുള്ള നാടുകളിലൊക്കെ ആ കൾച്ചറുണ്ട്. അതായത് നമ്മൾ കൊച്ചിലേ തന്നെ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു 20-23 വയസ്സിൽ ഞാനും എൻ്റെ കുഞ്ഞമ്മയും കൂടെ എൻ്റെ സ്കൂളിലെ യോഗ ടീച്ചറുടെ വീട്ടിൽ പോയി യോഗ പഠിക്കാൻ. അപ്പോൾ അത് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും അറിഞ്ഞു. അപ്പോഴത്തേക്കേ, ഈ വയസ്സിൽ യോഗയാ? കല്യാണം പോലും ആയിട്ടില്ല, കല്യാണം വേണ്ടേ, കൊച്ചുങ്ങളുണ്ടാകണ്ടേ, ഇപ്പോഴേ എന്തിനാ യോഗ? അപ്പോൾ ഈ യോഗ എന്ന് പറയുന്നത് എങ്ങനെ 60 വയസ്സിൽ ആണോ യോഗ പഠിക്കേണ്ടത്? അപ്പോഴത്തേക്ക് കയ്യും കാലം അനക്കാൻ വയ്യാതെയാകും. അപ്പോഴാണോ നമ്മൾ യോഗ പഠിക്കേണ്ടത്? അപ്പോഴാണ് ഈ ആത്മീയതയിലോട്ട് പോകേണ്ടത്? അല്ല. ഇപ്പം 25 വയസ്സിൽ ഒരു പയ്യൻ എപ്പോഴും അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുനാഥനെ തേടി പോകുന്നു, അല്ലെങ്കിൽ ഈ ആത്മീയതയിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. അപ്പോഴത്തേക്ക് വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര ഒരു എതിർപ്പാണ്. ഇവൻ ഇങ്ങനെ പോയാൽ ഇനി ഒരു 2 വർഷത്തെ സന്യാസി ആകുമല്ലോ. അതൊന്നുമല്ല. ഞാൻ പറയുന്നത്, ഈ ആത്മീയതയെക്കുറിച്ചുള്ള അറിവ് കൊച്ചിലേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, മെയിനായിട്ട് ഈ മുക്തി നേടുന്നതും ഈ ലിബറേഷനും എൻലൈറ്റൻമെൻറ്റും ഒക്കെ മാറ്റി വയ്ക്കണം. ഈ സാധാരണ നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ ലൗകിക ജീവിതത്തിൽ എങ്ങനെ നേരെ ചൊവ്വേ ജീവിക്കണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആത്മീയത വേണം. ഈ സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലിസ്റ്റിക് ലൈഫും, അതായത് ഈ ആത്മീയതയും ഇപ്പോഴത്തെ ഈ ലൗകിക ജീവിതയും വേറെന്ന് രണ്ടും രണ്ടാണ് എന്ന് വിചാരിക്കുന്നതേ തെറ്റാണ്. അപ്പം എത്രയ്ക്ക് കൊച്ചുനാളിലെ ഇപ്പം ഈ കർമാവിനെ കുറിച്ച് പറയുന്നു, ജീവിതം ഇത് എന്തുവാ, ലൈഫ് ഈസ് ബട്ട് എ ഡ്രീം. നഴ്സറി റൈമിലേ പറയുന്നതാ, റോ എ ബോട്ട് എന്നുള്ള, ലൈഫ് ഈസ് ബട്ട് എ ഡ്രീം. അപ്പോൾ എത്രയോ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞതാ, ജീവിതം എന്ന് പറയുന്ന ഒരു നാടകമേടയാണ്, അതിലെല്ലാവരും റോൾ പ്ലേ ആണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അപ്പോഴൊക്കെ മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ കുഞ്ഞിലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് 60 വയസ്സായ പിന്നീട് ക്ഷേത്രാടനം പോകാം, അല്ലെങ്കിൽ 70 വയസ്സായ പിന്നീട് യോഗ പഠിക്കാം, അല്ലെങ്കിൽ ആത്മീയതയിലോട്ട് പോകാമെന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ചവരെ ആത്മീയതയും ഈ ലൗകിക ജീവിതവും വേറെയല്ല. ഈ ഇപ്പം ദേഷ്യപ്പെടരുതെന്ന് പറയുന്നു, അത് പ്രാണമയ കോശത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം അത് ഇത്രയും ഡീപ്പായിട്ട് അപ്പം കൊച്ചിലെ മനസ്സിലായില്ലെങ്കിലും, അത്രയും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അത് ശരിയല്ല, ഇത് നല്ലതല്ല, അങ്ങനെ കുറേശ്ശെ കൊച്ചിലേ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ കൊച്ചിന് ഒരു നല്ല ഒരു അടിസ്ഥാന ഒരു ഫൗണ്ടേഷൻ കിട്ടത്തുള്ളൂ. അടിസ്ഥാനപരമായിട്ട് എങ്ങനെ ഈ ജീവിതത്തിനെ ഹാൻഡിൽ ചെയ്യണം. അതുമാത്രമല്ല, ഈ ചില സ്കൂളിലെ കുട്ടികൾ, ഞാനത് തമിഴ്നാട്ടിലെ സംഭവം ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചതാണ്. ഒരു പെൺകുട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല, ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, പക്ഷേ 12th എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല എന്ന് ആത്മഹത്യ ചെയ്തു. അതിന് സെക്കൻഡ് റാങ്ക് ആയിപ്പോയിന്ന്. അപ്പം ഇതൊക്കെ ഈ ആത്മീയതയിൽ കൂടെ നമ്മൾ ആ കൊച്ചിനെ വളർത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മനസ്സിലായിരുന്നേനെ. ഒരു ആത്മഹത്യ ചെയ്യുന്ന ലെവലിന് പോകാതെയെങ്കിലും ഇരുന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
സാധാരണ നമ്മളുടെ ഈ ജീവിതത്തിനെ നയിച്ചു പോകാൻ പോലും നമുക്ക് ആത്മീയത അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിന് യാതൊരു കട്ട് ഓഫും ഏജ് ബാറും ഒന്നുമില്ല. എത്ര നേരത്തെ നമ്മളതിനെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരുന്നോ അത്രയ്ക്ക് നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളൊരു ഭാഷ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ഗ്രാമറാണ്. അത് പഠിച്ചാലേ ആ ഭാഷ നമ്മളിലേക്ക് വഴങ്ങുള്ളൂ. അതുപോലെ ഇപ്പം നമ്മൾ ആധ്യാത്മികതയെ ഒരു ഭാഷയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആധ്യാത്മികതയുടെ ഗ്രാമർ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഭാഷ പഠിക്കണമെങ്കിൽ അതിൻ്റെ വ്യാകരണം, ഗ്രാമർ പഠിച്ചിരിക്കണം. ഈ വ്യാകരണം എന്ന് പറയുന്നത് എന്തുവാ? റൂൾസാണ്. ഇപ്പം ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ സിംഗുലറിനെ പ്ലൂറലാക്കാൻ എന്ത് ചെയ്യണം? ചിലപ്പം എസ് ഇടണം, ചിലപ്പം ES ഇടണം, ചിലപ്പം അതിൻ്റെ ഏറ്റ പോലെ ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പം ഈ വ്യാകരണം എന്ന് പറയുന്നത് തന്നെ റൂൾസാണ്. അത് ആ എല്ലാ റൂൾസും നമ്മൾ മനസ്സിലാക്കിയാലേ ആ ഒരു ഭാഷയെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഭാഷയിൽ ഒരു എക്സ്പേർട്ട് ആവാൻ ഒക്കത്തുള്ളൂ. അതുപോലെ നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നതും ഒരു ഭാഷയായിട്ട് എടുത്താൽ ആ ജീവിതത്തിനെ എങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ട് പോകണം, അവനവൻ്റെ ജീവിതത്തിനെ അവനവൻ എങ്ങനെ കൈകാര്യം ചെയ്ത് നടത്തിക്കൊണ്ട് പോകണമെന്നുള്ളതിന് ഒരുപാട് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് റൂൾസ്. ഈ റൂൾസൊക്കെയാണ് ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് മുന്നേ ഉള്ളവർ നമുക്ക് പല രീതിയിലും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെ എണ്ണിക്കണം, ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് രാവിലെ എണ്ണിക്കണം, കുളിക്കാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടില്ല, വെളിയിൽ പോകുന്നതിന് മുമ്പേ ഒന്ന് കുളിച്ചിരിക്കണം, രാമനാമം ജപിക്കണം, സന്ധ്യയായ കൈയും കാലും മുഖവും കഴിയിട്ട് രാമനാമം ജപിക്കണം, മൂത്തവർക്ക് മര്യാദ കാണിക്കണം, മൂത്തവർ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കരുത്, സംസാരിക്കരുത്. അങ്ങനെ ഒരുപാട് റൂൾസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ട് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇക്കാലത്ത് ഇതെല്ലാം കുറഞ്ഞു വരുവാണ്. അതാണ് എനിക്ക് ഉള്ള ഒരു മനപ്രയാസം. ഇപ്പോൾ വന്ന് കുട്ടികൾക്ക് ഈ മോറൽ വാല്യൂസ് ഇല്ല, ഈ റൂൾസോ ഒന്നുമില്ല. എന്തെങ്കിലും ചെയ്യണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ പോക്ക്. പക്ഷേ ഇത് മാറണം. അക്കാലത്ത് പറഞ്ഞിട്ടുള്ള പോലെ ഈ സൊസൈറ്റിയിലെ റൂൾസും എല്ലാം അനുസരിച്ച് നമ്മൾ പോയാൽ അതാണ് നമ്മളുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ നയിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മാർഗം. അപ്പോൾ അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിനെ നയിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം അത് വേണം. ഇപ്പം ഇക്കാലത്ത് ഈ ന്യൂക്ലിയർ ഫാമിലി വന്നതോടുകൂടി ഒരമ്മയാണ്, അച്ഛനാണ്, ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിനെ അമ്മയ്ക്കും അച്ഛനും ജോലിക്ക് പോകണം, കാശുണ്ടാക്കണം, വീട് വാങ്ങിക്കണം, അങ്ങനെയൊക്കെയായി, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്നൊക്കെയായി. പക്ഷേ ഇതിനു പുറമെ ഒരുപാട് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കണം. അത് അക്കാലത്ത് അത് പറ്റി. എന്നുവെച്ചാൽ ഒരു കുടുംബത്തിൽ 10, 20, 30 ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് കാരണവന്മാരുണ്ടായിരുന്നു, അതല്ലാതെ ഒരുപാട് പേര് വയസ്സിൽ മുതിർന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താലും അവർ പറയും, മക്കളെ ഇങ്ങനെ ചെയ്യരുത്, ഇതാണ് അതിൻ്റെ ശരി, ഇതാണ് അതിൻ്റെ തെറ്റ് എന്ന് പറഞ്ഞു തരാൻ ആൾക്കാർ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ചെറിയ കുടുംബത്തിൽ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് പേർക്ക് അത് തന്നെ ഇക്കാലത്തെ പേരൻസ് തന്നെ അത് വലിയ പിടുത്തമില്ല എന്ന് വെച്ചാൽ പിടിയില്ല, അത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് തന്നെ അതിനെക്കുറിച്ച് വലിയ ബോധമില്ല. പിന്നെ അവർക്കതിനെ പറഞ്ഞു കൊടുക്കാനുള്ള സമയവുമില്ല. അപ്പം ഇതൊക്കെയാണ് ഈ യങ്ങർ ജനറേഷൻ തലമുറയിൽ വരുന്ന പാളിച്ചകൾ. അപ്പം അതൊന്നും സംഭവിക്കാതെ എങ്ങനെ ഒരു വ്യാകരണത്തിലുള്ള റൂൾസ് പഠിച്ച് ആ ഭാഷയെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നോ അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള സൊസൈറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് ആത്മീയതയിൽ കയറണമെന്ന് തന്നെ ഒരു സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. ഇതെല്ലാം കൊച്ചിലേ തൊട്ട് പഠിച്ച് വന്നാലേ മതി. ഒരാളിന് മനസ്സിലാകും എങ്ങനെയാ ജീവിക്കേണ്ടിയെന്ന്. ഇതിന് തനിയെ ഒരു സ്കൂളും യൂണിവേഴ്സിറ്റിയും ഒരു ഡിഗ്രിയും എടുക്കേണ്ട ആവശ്യമേ ഇല്ല.
അപ്പം കൊച്ചിലേ തന്നെ ഇത് മനസ്സിലാക്കി വന്നാൽ മതി, നമുക്ക് നല്ല ഒരു ജീവിതം തന്നെ നയിച്ചു പോകാൻ പറ്റും. ആനാപാനസതിയും വിപാസനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. നല്ലൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ആനാപാനസതി എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ്. അത് നമ്മുടെ ഗൗതമ ബുദ്ധ 2500 വർഷത്തിന് മുമ്പേ ബോധിച്ചതാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് മുക്തി കിട്ടിയത് ഈ ഒരു ടെക്നിക്ക് വഴിയാണ്, ഈ ഒരു മാർഗത്തിൽ കൂടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ ആനാപാനസതി എന്ന് പറയുമ്പം ആന എന്ന് വെച്ചാൽ ഉൾശ്വാസം, പാന എന്ന് വെച്ചാൽ വെളിശ്വാസം, ഈ സതി എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുന്നത്. അപ്പം ഈ ആനാപാനസതി മെഡിറ്റേഷൻ ചെയ്യുമ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളുടെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് ശ്വാസം ഉള്ളിൽ പോന്നു വെളി വരുന്നു, ഉള്ളിൽ പോന്നു വെളി വരുന്നു. അതിന് നമ്മളൊന്നും പ്രയത്നിക്കുന്നില്ല. ആ ശ്വാസത്തിനെ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം ആദ്യമൊക്കെ ഈ ആനാപാനസതി ചെയ്യുമ്പം ഈ മനസ്സിനെ ഇൻവോൾവ് ചെയ്യണം, മനസ്സുകൊണ്ട് വേണം അതിനെ നിരീക്ഷിക്കാൻ. പിന്നെ 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 മനസ്സ് തന്നെത്താനെ അടങ്ങും. ഈ ശ്വാസം ആദ്യമൊക്കെ വലിയ വലിയ ശ്വാസങ്ങളായിരിക്കും. ഈ നിരീക്ഷിച്ച് വരുമ്പം ഈ ശ്വാസത്തിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ അളവ് കുറയും, വളരെ ചുരുങ്ങി വരും. അപ്പം ഒരു സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ശ്വാസം ഓടുന്നുണ്ടോ അകത്ത് എന്ന് തന്നെ നമുക്കേ ഒരു സംശയം വരും. അങ്ങനെയാണ് ഈ ആനാപാനസതി എന്ന് പറയുമ്പം ശ്വാസത്തിനെ നിരീക്ഷിക്കുക. അതായത് നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട്, നോർമലായിട്ട് നല്ല ശ്വാസത്തിനെ നിരീക്ഷിക്കണമല്ലോ അതെന്ന് വിചാരിച്ച് വേഗഗതിയിൽ എടുക്കുക വിടുക അതൊന്നും ചെയ്യണ്ട. സാധാരണഗതിയിലിരുന്ന് അതിനെ മാത്രം ഇങ്ങനെ നോക്കി ഇരുന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഈ ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനോട് കണക്റ്റഡാണ്. ഇപ്പം ഒരാൾ മരിക്കുന്നു, അപ്പോൾ എന്തുവാ അതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്? ആദ്യം മൂക്കിൻ്റെ അടിയിൽ കൈവച്ച് നോക്കും. ശ്വാസം ഉണ്ടോ? കാറ്റ് പോയി, അല്ലെങ്കിൽ ശ്വാസമില്ല, അയാൾ മരിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം അയാളുടെ ആത്മാ അയാളുടെ ദേഹവാഹിയെ ഈ കൂട്ടിൽ നിന്ന് പിരിഞ്ഞു പോയി എന്നർത്ഥം. അപ്പം ശ്വാസം, അതുകൊണ്ടാണ് പറയുന്നത് ഈ ശ്വാസവും ആത്മായും ഭയങ്കര കണക്റ്റഡാണ്. അപ്പം നമുക്ക് ആത്മാവിനെ അറിയണമെങ്കിൽ ഈ ശ്വാസത്തിനെ നിരീക്ഷിച്ചാൽ മതി. അതാണ് ആനാപാനസതി ധ്യാനം. ഈ വിപസന എന്ന് പറയുന്നതും തുടക്കത്തിൽ നമ്മൾ ആനാപാനസതിയായിട്ട് തന്നെ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ദിണ്ടുക്കലിലൊക്കെ ഈ വിപസനയുടെ മെഡിറ്റേഷൻ സെൻ്ററുണ്ട്. ദിണ്ടുക്കല്ല്, ചെന്നൈയിൽ, തിരുവണ്ണാമലയിൽ, ഒരുപാട്, ഇവിടെയും കേരളത്തിൽ ചങ്ങനാശ്ശേരിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ചെങ്ങന്നൂർ ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അറ്റൻഡ് ചെയ്തത് ദിണ്ടുക്കലിലാണ് 10 ദിവസം. അപ്പോൾ അതിൽ ഒരു 2-3 ദിവസം തുടക്കത്തിൽ അവർ ആനാപാനസതിയാണ് ചെയ്യാൻ പറയുന്നത്. പിന്നെ പിന്നെ അവർ പറയുന്നത് ഈ ശ്വാസം വരുന്നതും പോകുന്നതും നമ്മൾ നോക്കി ഇരുന്ന് ഇവിടെ, അതായത് ഈ ദ്വാരത്തിൻ്റെ, മൂക്കിൻ്റെ ദ്വാരത്തിൻ്റെ താഴെ ഈ വായിനെ ചുറ്റിയുള്ള എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. അതിന് പിന്നെ നമ്മുടെ ദേഹത്ത് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ആനാപാനസതിയിൽ ശ്വാസം മാത്രം, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വേറെ വിപസനയിൽ ശ്വാസത്തിനെ നിരീക്ഷിക്കണം. അതുമാത്രമല്ല 3 രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുവാ, ദേഹത്തിൽ എന്തൊക്കെ ഉണ്ടാവുന്നു. ഇപ്പം ഇവിടെ ഒരു ചൊറിച്ചിലുണ്ടാവുന്നു, ഇപ്പം എനിക്ക് കയ്യിൽ ചൊറിച്ചിൽ, തലയിൽ ഒന്ന് ചൊറിയണം. ഈ ആനാപാനസതിയിൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. വേറെ ഇവിടെ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിക്കും. ഒന്ന്, ദേഹത്തിലുണ്ടാകുന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത്, മനസ്സിൻ്റെ നിയന്ത്രണം. മനസ്സിൽ എങ്ങനത്തെ വിചാരങ്ങളാണ് വരുന്നത് അത് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അതിനെ അടക്കാനോ നിർത്താനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമല്ല. വെറുതെ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പം വിപസനയിൽ ഇങ്ങനെ ഒരു തോട്ട് വരുന്നു. ആ തോട്ടിനെ നമ്മൾ ഒരു 3ാമത്തെ ആളിൻ്റെ കൂട്ട് മാറി നിന്ന് അതിനെ നോക്കുക, അത്രയേ ഉള്ളൂ.
അതിനെ വേറെ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ഒരു തോട്ട് വന്നു, ഓക്കെ. അടുത്തത് കുറച്ച് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് വേറെ ഒരു തോട്ടാണ്, ഓക്കെ. ഇപ്പം ഈ തോട്ട്, ഓക്കെ. ഇപ്പം ഇത്. സോ ദേഹത്തിൽ എന്തൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത്. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ചൊറിയുന്നു, അവിടെ ചൊറിയുന്നു, കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, അബ്സർവ് ചെയ്യുക. അതൊന്ന്. രണ്ടാമത് മനസ്സിനെ അബ്സർവ് ചെയ്യുക. ഒരു മൂന്നാമത്തെ ആളായിട്ട് നമ്മൾ മാറി നിന്ന് നമ്മളുടെ മനസ്സിനെ തന്നെ ശ്രദ്ധിക്കുക. അത് രണ്ടാമത്തെ. മൂന്നാമത്തെ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നു. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളെ ചുറ്റി ഇപ്പം നമ്മളുടെ ഈ ദേഹത്തിൽ ഈ സ്കിന്നിൻ്റെ മുകളിലുള്ളതെല്ലാം പ്രപഞ്ചമാണ്. ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ എല്ലാമേ നമ്മളെ ചുറ്റി ഉള്ളതെല്ലാം പ്രപഞ്ചമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നു. ഇപ്പം ഞാനിപ്പം വിപස්සന ധ്യാനത്തിന് ഇരിക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. ഒന്ന് ഇവിടെ ചൊറിയുന്നു, അവിടെ ചൊറിയുന്നു, കാലുവൻ, അതൊന്ന്. ദേഹത്തിൽ മനസ്സിൽ എന്തൊക്കെ തോട്ട്സ് വരുന്നു എന്നുള്ളത് നമ്മൾ വെറുതെ ഇരുന്ന് നോക്കുക. മൂന്നാമത് ഒരു കാറ് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഓട്ടോ പോകുന്നു, അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പക്ഷി ശബ്ദിക്കുന്നു, അതിൻ്റെ ശബ്ദം കേൾക്കുക. അപ്പോൾ നമ്മൾ വേറെ ഒന്നിനെയും കൺട്രോൾ ചെയ്യാനോ ഒന്നിനും പോകണ്ട. ഇങ്ങനെ ശ്രദ്ധിച്ച് ഇരിക്കുന്നതാണ് വിപස්සന മെഡിറ്റേഷൻ. അപ്പോൾ ഈ കൂടുതൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ശ്രദ്ധിക്കുമ്പം തന്നെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിനെയും നമുക്ക്, മെയിനായിട്ട് ഈ തോട്ട്സ് വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കൂടുതൽ ശ്രദ്ധിക്കുമ്പം അത് തന്നെത്താനെ നല്ല രീതിയിലോട്ട് അങ്ങ് മാറും. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമ്മളെ എടുത്താലും ശരി, ഇപ്പം ആരെങ്കിലും നമ്മളെ കാണുന്നു എന്ന് വെച്ചോണം, ആരെങ്കിലും നമ്മളെ ഇങ്ങനെ നോക്കുന്നു, അപ്പം എന്തോ ഡ്രസ്സ് ശരിയില്ലയോ, തല ശരിയില്ലയോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നും. എന്താ ഇയാൾ നമ്മളെ തുറച്ച് നോക്കുന്നേ, എന്തോ ശരിയില്ലല്ലോ, നമ്മളെ തന്നെ ഒരു ചെക്ക് ചെയ്യും. കുഞ്ഞുങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ പെരുമാറും? നമ്മൾ ആരെങ്കിലും വലിയവരുണ്ടെങ്കിൽ, ഇപ്പം ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുത്തു കാണും, അപ്പം നല്ല കുട്ടികളായിട്ട് മിണ്ടാതിരിക്കും. ഗസ്റ്റ് ആരും ഇല്ല, സ്വയമായിട്ട് അവരെ വിട്ട മങ്കി മൈൻഡിൻ്റെ അപ്പുറത്തെ ആയിരിക്കും, ഇല്ല. അപ്പം നമ്മളെ നമ്മൾ നിരീക്ഷിക്കുക, അതാണ് വിപස්සന. അപ്പം ശ്വാസം മാത്രമല്ല, എല്ലാം നമ്മളെ ചുറ്റി എന്ത് നടക്കുന്നു, നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു, നമ്മുടെ ഈ അന്നമയ കോശം, ഫിസിക്കൽ ബോഡിയിൽ, ഈ സ്ഥൂല ശരീരത്തിൽ എന്ത് നടക്കുന്നു, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് പോകുമ്പം അത് തന്നെയാണ് ഈ മൈൻഡ്ഫുൾനെസ്സും അവെയർനെസ്സും എല്ലാം ഒടുക്കം എല്ലാം വന്ന് നിൽക്കുന്നത് അതാണ്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ കർമ്മൻ്റെ ശക്തിയെ കുറയ്ക്കുന്നത്. അതായത് കൂടുതൽ നല്ലത് ചെയ്യാനും ചീത്ത ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറയ്ക്കാനും ഉള്ള ഒരു മാർഗമാണ് ഈ 2 ധ്യാനവും. സസ്യാഹാരം ഈ ആധ്യാത്മികതയിൽ നിർബന്ധമാണോ? അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിക്കാം. ഈ ആധ്യാത്മികതയിൽ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്നത് തുടക്കത്തിൽ നിർബന്ധമല്ല. പക്ഷേ നമ്മൾ അത് ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് തീവ്രമായിട്ട് പോകുമ്പം അത് നിർബന്ധമാകുന്നു. പക്ഷേ അത് എങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളായിട്ട് ഒരു നിർബന്ധത്തിലായിട്ട് നമ്മളതിനെ മാറ്റേണ്ട ആവശ്യമേ വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ വന്ന് ചോദിക്കും, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാമോ? എനിക്ക് നോൺ വെജോട് വലിയ പ്രിയമാണ്, ചിക്കൻ ഇല്ലാതെ എന്നെക്കൊണ്ട് കഴിക്കാനേ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത്, നിങ്ങൾ ധ്യാനം ചെയ്യാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ അവർ ചിക്കനോ മട്ടനോ മത്സ്യാഹാരങ്ങളൊക്കെ കഴിച്ചാലും ഈ ധ്യാനം ചെയ്ത് വരുമ്പം നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് അവർ വെജിറ്റേറിയനിലോട്ട് പോകും. അതാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് പറഞ്ഞ പോലെ ഈ സ്പിരിച്വാലിറ്റി ആത്മീയതയിൽ വരണമെന്ന് വിചാരിക്കുമ്പോഴേ, അയ്യോ എന്നെക്കൊണ്ട് ഈ ചിക്കനൊന്നും ഇല്ലാതെ പറ്റില്ല, അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട, അതൊക്കെ പിന്നെ നോക്കിക്കോളാം എന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ ഈ സ്പിരിച്വൽ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പം അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. സി ഇപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുന്നത് ഒരു കാരണമുണ്ട്. ഇപ്പോൾ എല്ലാമേ നമ്മൾ ഒരു സയൻറ്റിഫിക് ടെമ്പറോട് കൂടി നോക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ, അത് ഇപ്പം നമ്മൾ ഒരു കോഴിയെ വെട്ടുന്നു, അല്ലെങ്കിൽ ഒരു ആടിനെ വെട്ടുന്നു. ഈ വെട്ടുന്നതിന് മുമ്പേ ഈ കോഴിക്കും ആടിനുമൊക്കെ നമ്മളെ കൊല്ലാൻ പോകുന്നു എന്ന് മനസ്സിലാകും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ജന്മന സ്വാഭാവികമായിട്ട് ഓരോ ജീവനും കൊടുത്തിരിക്കുന്ന ഒരു ശക്തിയാണ്, പ്രപഞ്ചം കൊടുത്തിരിക്കുന്ന ഒരു ശക്തിയാണ്. അതേപോലെ നമ്മളും മനുഷ്യരും മരിക്കാറാകുമ്പം അവർക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. അപ്പം മരിക്കുമ്പം ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. പക്ഷേ ഈ ആക്സിഡൻറ്റ് അങ്ങനെ ഒരു ദുർമരണം അല്ലാത്ത നോർമൽ സാധാരണ ഒരു മരണത്തിൽ ഒരാൾ മരണം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്, ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ളത് കുറച്ച്, അത് എത്ര ദിവസത്തിന് മുമ്പാ എത്ര മണിക്കൂറിന് മുമ്പാന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ അത് ആ ആത്മായ്ക്ക് അറിയും. അതുപോലെ ഈ ഒരു കോഴിയെല്ലാം പിടിച്ചിട്ട് ഈ കൂണ്ടിലിട്ട് അടയ്ക്കുന്നു, അല്ലെങ്കിൽ ഈ ആടിനെയൊക്കെ ഒന്നിച്ച് പിടിച്ചിട്ട് അടയ്ക്കുന്നു. അപ്പം അവർക്ക് തന്നെ മനസ്സിലാകും എന്നെ കൊല്ലാൻ പോവാന്ന്. അപ്പം ഈ കൊല്ലാൻ പോകുന്നു എന്ന് പറയുമ്പം തന്നെ അവർക്ക് ഒരുപാട് വേറെ പല നെഗറ്റീവായിട്ട് കെട്ട ഹോർമോൺസ്, അവരുടെ ഭയം, വേറെ ഒന്നും വേണ്ട, ഹോർമോൺസും കെമിക്കൽസും ഒക്കെ കളയണം. ഒരു ഭയം ഉണ്ടാകത്തില്ലേ ആർക്കാണെങ്കിലും? ആരോ നമ്മളെ കൊല്ലാൻ വരുന്നു എന്ന് പറയുമ്പോഴേ എന്നാ പിടിച്ചോ കൊന്നോ എന്ന് പറയാൻ ആർക്കും, സാധാരണപ്പെട്ട ഒരു മനുഷ്യനും പറ്റില്ല. അങ്ങനെ അപ്പം ഈ മൃഗങ്ങൾക്ക് എങ്ങനെയാണ്? അപ്പോൾ ഒരാളെ പിടിക്കുന്നു, ഒരു കോഴിയെ പിടിക്കുന്ന ഒരാൾ അതിനെ കഴുത്ത് വെട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് കിടന്ന് പിടയ്ക്കും. അപ്പം അതിൻ്റെ മാനസിക അവസ്ഥ, അതുകൊണ്ട് ഉണ്ടാകുന്ന ഈ ഹോർമോൺസ്, അതുകൊണ്ട് ഉണ്ടാകുന്ന അതിൻ്റെ മനസ്സിനുണ്ടാകുന്ന വികാരങ്ങൾ, അത് ഭയം, അതെല്ലാം ഈ അതിൻ്റെ ദേഹത്ത് മൊത്തം പടരും, ഇങ്ങനെ പരവും. അങ്ങനെ ഒരു സ്ഥിതിയിൽ നമ്മൾ അതിനെ വെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പം ആ സെൽസിലുള്ളതെല്ലാം നമ്മുടെ ദേഹത്തും പകരും. അതാണ് അതിൻ്റെ സത്യം, അതാണ് അതിൻ്റെ സയൻസ്, വേറൊന്നുമല്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അർജുനന് ഈ കാര്യത്തിനെക്കുറിച്ച് പറയുമ്പം പറഞ്ഞിട്ടുണ്ട്, ഈ മാംസം, അതായത് ഈ ഒരു ആട്ടിനെ പിടിക്കുന്നവൻ, കൊല്ലുന്നവൻ, വെട്ടുന്നവൻ, വിൽക്കുന്നവൻ, നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയി വാങ്ങിക്കുന്നവൻ, വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിലോ അമ്മയുടെ കയ്യിലോ കൊടുക്കുന്നു, ചെയ്യുന്നവർ, കഴിക്കുന്നവർ, ഇത്രയും പേർക്കും അതിൻ്റെ നെഗറ്റീവ് കർമ്മ ഉണ്ട് എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണ പരമാത്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് മുകളിൽ നമുക്കൊരു പ്രൂഫ് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം ദേവസായിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ഈ ധ്യാനം ചെയ്യുമ്പം എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞതാണ്, ആരെ അടിച്ചേൽപ്പിക്കണ്ട. ഇപ്പം നീ നോൺ വെജ് വിട്, എന്നാൽ നാളെ തൊട്ട് നിനക്ക് നീ ധ്യാനം കൈകൂടും, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ധ്യാനം ചെയ്യുമ്പം അതായത് ഈ വികാരങ്ങൾ, ഈ ആനിമൽസിന് പുറത്തുണ്ടാകുന്ന വികാരങ്ങൾ, അതുമാത്രമല്ല, അതിനകത്തും ഒരു ആത്മാവുണ്ട്. എന്നുള്ളിലുള്ള ജീവാത്മാ തന്നെയാണ് അതിനകത്തും ഉള്ളത്. ഇന്ന് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലേ മതി. അതൊന്നും നമ്മൾ കഴിക്കത്തില്ല. എത്രയോ പേര്, ബർട്രൻഡ് റസൽ, അങ്ങനെ വലിയ വലിയ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ നാച്ചുറൽ ഫുഡ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിൻ്റെയാണ്, വെജിറ്റേറിയനിസമാണ്, വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പം സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്, അതെന്താ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ഈ ചെടിക്കും കൊടിക്കും ഇതിനുമൊക്കെ മരങ്ങൾക്കും ഒക്കെ ജീവനില്ലയോ? അതിനും ജീവനുണ്ടല്ലോ. പക്ഷേ അതിനും ഒരു ആൻസറുണ്ട്. അതായത് ഈ ഞരമ്പ്, ആ ഫീലിങ്സ്, അത് ഈ നരമ്പ് മണ്ഡലം എന്നില്ലേ, ഈ നമുക്ക് ബ്രെയിനുണ്ട്, ബ്രെയിനിൽ നിന്ന് പോകുന്ന നരമ്പുകൾ കാലിൻ്റെ നുനി വരെ പോകുന്നുണ്ട്. പിന്നെ ഈ നട്ടെല്ലിൽ നിന്ന് കുറേ നരമ്പുകൾ പോകുന്നുണ്ട്. അങ്ങനെ ഈ നരമ്പ് മണ്ഡലം എന്ന് പറയുന്നത്, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡാണ് അനിമൽസിന്. അത് പ്ലാന്റ്സിനില്ല, ചെടികൾക്കും കൊടികൾക്കും ഇല്ല. അവർക്ക് 2 ട്യൂബുണ്ട്, ഒന്നിൽ കൂടെ വെള്ളം പോകും, ഒന്നിൽ കൂടെ ഫുഡ് വരും.
പക്ഷേ ഈ നെർവ്സ് ഇല്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ചെടിയെ ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാണോ എത്രയോ പേര് ചെടികളുടെ കൂടെ സംസാരിക്കുന്നു. നമ്മൾ ചെടികളുടെ കൂടെ സംസാരിക്കുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ ഒരു ഉയർന്ന തലത്തിൽ നമ്മൾ പോകണം. എത്തിച്ചെന്നാൽ മാത്രമേ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പൊതുവേ പറയുമ്പം ഇപ്പം ഈ ചെടികളും കൊടികളും എടുക്കുക, ഈ പ്രാണികളെ എടുക്കുക, രണ്ടിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഒരു ചെടിയെ നമ്മൾ വെട്ടാൻ പോകുമ്പം അതിന് ഒരു മനസ്സ് കടന്ന് പിടയ്ക്കത്തില്ല, അതിൻ്റെ ജീവൻ കടന്ന് പിടയ്ക്കത്തില്ല. എന്നെ കൊല്ലാൻ പോവുക, പിടിച്ചിട്ടിരിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് വെജിറ്റേറിയനിസമാണ്, പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പം ഇതിൽ ഈ മുമ്പൊക്കെ പശുവിൻ്റെ പാലാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ ആളുകൾ ചോദ്യം ചോദിക്കുന്നുണ്ട്, പാല് കുടിക്കാമോ? അപ്പം പശുവിനെ അതിൻ്റെ കന്നിനെ മാറ്റിയിട്ട് പാല് കറക്കുന്നു, അപ്പോൾ അതെങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റും? അത് നമ്മൾ പശുവിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ഒരു ദ്രോഹമല്ലയോ? അതിങ്ങനെ നമുക്ക് വേണ്ടി സെൽഫിഷായിട്ടല്ലേ നമ്മൾ എടുക്കുന്നതെന്ന്. അത് പാല് കുടിക്കാമെന്നുള്ളത് അല്ലെങ്കിൽ പാലിൻ്റെ സാധനങ്ങൾ, പാലിനെ തൈരാക്കുന്നു, പിന്നെ അതിൽ നിന്ന് വെണ്ണ എടുക്കുന്നു, പിന്നെ നെയ്യ് എടുക്കുന്നു. ഇപ്പം നെയ്യൊക്കെ ഒരുപാട് വലിയ വലിയ ഈ പൂജകളിലും ഇതിലൊക്കെ നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കുന്നു, അതൊക്കെ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യാഖ്യാനം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പശുവിൻ്റെ മടിയുണ്ടല്ലോ, അതിൽ ആദ്യം കുറച്ചത് ചുരക്കുന്നതാണ് അതിൻ്റെ കുഞ്ഞിന് വേണ്ടി. അത് ആ കുഞ്ഞ് കുടിച്ചിട്ട് അത് മതിയാവുമ്പോൾ അതങ്ങ് പോകും. പക്ഷേ ആ മടി നിറച്ച് പാലുണ്ടാക്കുന്നത് വേറെയും എക്സ്ട്രാ ആയിട്ട് അത് പാലുണ്ടാക്കുവാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഒരു തരം ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഈ സാധന ചെയ്യുമ്പം ഈ പാലിൽ നിന്ന് ചെയ്യുന്ന സാധനങ്ങൾ, പാലെന്ന് വെച്ചാൽ ഈ മിൽക്ക് സ്വീറ്റ്, പേട, അങ്ങനത്തെ പാല് ഡയറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പാലിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇതൊക്കെ ഒരുപാട് ഈ മിൽക്ക് സ്വീറ്റ്സ് വേറൊന്നുമല്ല, ഈ പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് ചെയ്യുന്ന സ്വീറ്റ്സൊക്കെ കഴിച്ചാൽ നമുക്ക് ഉറക്കം കൂടുതൽ വരും. ഞാനൊക്കെ കൊച്ചായിരുന്നപ്പം ഒരു തലമുറയ്ക്ക് മുന്നേ രാത്രി എല്ലാവരും കമ്പൽസറി ആയിട്ട് പാല് കുടിക്കണം. എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ 9:30 ആകുമ്പം പല്ല് തേക്കണം, പാല് കുടിക്കണം, പിന്നെ പല്ല് തേക്കണം, പിന്നെ ഉറങ്ങണം. അപ്പം ഈ ഒരു ഗ്ലാസ്, ഇത്രയും വലിയ ഗ്ലാസ് നിറച്ച് പാല് തരും. പാല് തരുന്നത് എന്താണെന്ന് വെച്ചാൽ പാലിൽ ഉറങ്ങാനുള്ള ഒരു കെമിക്കലുണ്ട്. അതുകൊണ്ടാണ് ഈ മുലപ്പാൽ കുടിക്കുന്ന കൊച്ചുങ്ങൾ പകുതി കുടിക്കുമ്പോഴേ അങ്ങ് ഉറങ്ങും. അപ്പം എല്ലാ പാലിലും അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ് പാല് കുടിച്ചേച്ച് കിടക്കണമെന്ന് പറയുന്നത്. ഇപ്പോഴും നോക്കിയോണം, നല്ല പാല് കുടിച്ചാൽ നമുക്ക് ഒരു ചെറിയ ഉറക്കം വരും. അപ്പോൾ ഇങ്ങനെ ഈ പാലിൻ്റെ മിൽക്ക് സ്വീറ്റ്സ് അതൊക്കെ സദാ കഴിച്ചാൽ നമുക്ക് ധ്യാനത്തിൽ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് നോക്കി ചെയ്യുക. ഇതിലൊക്കെ ബെസ്റ്റ് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് നാൾ കഴിച്ചിട്ട് നോക്കുക, അത് നമ്മളുടെ ദേഹത്ത് ചേരുന്ന, നമ്മളുടെ ദേഹം പറയും ഇത് കഴിക്കണോ വേണ്ടേന്ന്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ ദേഹത്തിനെ നമ്മൾ പഠിക്കണം. ഇപ്പം നേരത്തെയൊക്കെ ഞാൻ പാലൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഈ ധ്യാനത്തിലൊക്കെ കൂടുതൽ വരുന്നതുകൊണ്ട്, ആഴത്തിൽ വരുന്നതുകൊണ്ട് എനിക്ക് പാല് കഴിക്കാൻ പറ്റുന്നില്ല. പാല് കഴിച്ചാൽ വയറ് വേദനിക്കുന്നു, ഏതോ ഒരു ചെറിയ വേദന. കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. പക്ഷേ ആ പാല് കുടിക്കുമ്പോൾ ഉള്ള ഒരിത്. അതേമാതിരി ഞാൻ ചായ നിർത്തി, കോഫി നിർത്തി. എന്നാലും ഇതൊന്നും തൊടത്തേ ഇല്ലെന്നല്ല. എപ്പോഴെങ്കിലും വെളിയിൽ ഇപ്പോൾ 4 പേരുടെ കൂടെ ഹോട്ടലിൽ കയറുന്നു, എല്ലാവരും ചായ കുടിക്കും, ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല, ഞാൻ വലിയ സാധകയാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കുടിക്കുമ്പോൾ ഒരു ചായ. പക്ഷേ അതിൽ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, അതിന് ഡിപ്പെൻഡൻസി പാടില്ല. ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ എന്തുവാ, രാവിലെ എണ്ണിച്ച് എനിക്കൊരു ചായ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം, അങ്ങനത്തെ ഒരു നിർബന്ധം പാടില്ല. എനിക്ക് വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ, കോഫി കുടിച്ചില്ലെങ്കിൽ തലവേദനയാണ്, അങ്ങനത്തെ യാതൊരു നിർബന്ധവും പാടില്ല. അത്രയും ഇല്ലാതിരുന്നാൽ മതി.
ഇടയ്ക്കെങ്ങാണോ ഒരു ഗ്ലാസ് പാല് കുടിച്ചോന്നോ അല്ലെങ്കിൽ ഒരു മിൽക്ക് സ്വീറ്റ് ആരെങ്കിലും തന്നു എന്നോ ഒന്ന് കഴിച്ചോണ്ടോ ഒന്നുമില്ല. പക്ഷേ അത് സ്ഥിരമായിട്ട് അത് ചെയ്യണ്ട എന്നുള്ളതിൻ്റെ കാരണം ഇതാണ് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ ആഴത്തിൽ പോകുമ്പം ഇതെല്ലാം തന്നെത്താനെ നമ്മളെ വിട്ട് പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേ വേണ്ട. തന്നെത്താനെ പോകേണ്ടതെല്ലാം നമ്മളെ വിട്ട് പോകും. ധ്യാനം മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം നടന്നോളും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് ധ്യാനിക്കാൻ സാധിക്കില്ല, നമുക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ഒരു സാധകന് എങ്ങനെയാണ് ആ വിറ്റ്നസിങ് സംഭവിക്കുന്നത്? അതായത് നമ്മൾ ഇപ്പം ഏത് ധ്യാനം എടുത്താലും നമ്മൾ അതിനെ ഒരു തുടക്കം കുറിക്കുക, അതിനൊരു സാഹചര്യം ഒരുക്കുക. അതോടുകൂടി നമ്മുടെ ജോലി തീർന്നു. ഇപ്പം വിപാസന എടുത്താലും ശരി, ആനാപാന എടുത്താലും ശരി, നമ്മൾ ഇരിക്കുന്നു, നമ്മൾ നിരീക്ഷിക്കുന്നു, നമ്മുടെ ശ്വാസത്തിനെ നിരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ വെളിയിൽ പ്രകൃതിയിൽ നടക്കുന്നത്, പ്രപഞ്ചത്തിൽ നടക്കുന്നത്, നമ്മുടെ ദേഹത്ത്, നമ്മുടെ മനസ്സിൽ നടക്കുന്നതൊക്കെ നമ്മൾ ഒരു മൂന്നാമത്തെ മനുഷ്യൻ്റെ കൂട്ട് മാറി നിന്ന് നമ്മൾ നോക്കുക. അതാണ് വിറ്റ്നസിങ് മോഡ്. വിറ്റ്നസിങ് മോഡ് എന്ന് വെച്ചാൽ ഈ വേറൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കണം. ഈ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ ശിവനോ പാർവതിയോ മുരുകനോ ഏതായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഞാൻ ദൈവം എന്ന് പോലും പറയുന്നില്ല, ഒരു നമ്മളെക്കാട്ടിലും ഉയർന്ന ഒരു ശക്തി ഉണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ശക്തി നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പം നമ്മുടെ ദേഹത്തിനെ എടുത്തോണം, വേറെ എവിടെയും പോണ്ട. ഇരുന്ന ഇരിപ്പിൽ നമ്മുടെ ദേഹത്തിനെ എടുത്ത് നോക്കണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? തന്നെത്താനെ നടക്കുക, ഒന്നും വേണ്ട. ശ്വാസം നമ്മളായിട്ടാണ് വാ ഓക്സിജൻ വാ അകത്ത് വാ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോ. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജനിച്ചപ്പം തൊട്ട് മരിക്കുന്നവരെ നമ്മുടെ കൂടെ ഉള്ള ഒരേ കാര്യം ശ്വാസമാണ്. അതാണ് ഈ ആനാപാന സതിയുടെ ഒരു വലിയ ഗുരുവാണ് പത്രിജി. പത്രിജി പറയും, ശ്വാസമാണ് നിങ്ങളുടെ ഗുരു, ശ്വാസമാണ് നിങ്ങളുടെ ഗുരു. ആ ഗുരുവിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾ എത്തേണ്ട അടുത്ത് എത്തും എന്നാണ് പറയുന്നത്. അപ്പം ആനാപാന സതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിറ്റ്നസിങ് മോഡിലാണ്. നമ്മൾ വെറുതെ വിറ്റ്നസ് ചെയ്യുവാണ്. ഒരു കാര്യം പോലും, അതായത് നമ്മളുടെ ഈ മെഷീൻ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു മെഷീൻ ഇനി ആരെക്കൊണ്ടും ഉണ്ടാക്കാൻ പറ്റത്തില്ല. എത്ര റോബോട്ട് വരട്ടെ, എന്തൊക്കെ ആൾക്കാരുണ്ടാക്കട്ടെ, നമ്മളുടെ ബ്രെയിൻ്റെ കൂട്ട് ഒരു കമ്പ്യൂട്ടർ ഇനി വരാൻ പോകുന്നില്ല. ഈ ചാറ്റ് GPT-യും AI ടൂൾസും എല്ലാം ഉണ്ടെങ്കിലും അതിന് വേണ്ടിയ പ്രോംപ്റ്റ് കൊടുക്കുന്നത് നമ്മളാണ്. അത് 2 നിമിഷത്തിൽ അടിച്ചു തരും. അത് ശരിയാണോ എന്ന് നോക്കേണ്ടത് നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ചാണ്. അപ്പം നമ്മളുടെ ദേഹം തന്നെ അത് വിചാരിച്ചാലും മതിയാകാത്ത ഒരു അതിശയങ്ങൾ നിറഞ്ഞ ഒരു കലവറയാണ് നമ്മുടെ ദേഹം. നമ്മൾ കഴിക്കുന്നു, രാവിലെ കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, ഇങ്ങനെ ഡംപ് ചെയ്യും അകത്ത്. അതിന് പിന്നെ ഈ തൊണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോകുന്നു. എന്തെങ്കിലും നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നു. അതുപോലെ എന്തൊക്കെയോ കഴിക്കുന്നു. കിഡ്നി അതിന് നല്ലതിനെയും ചീത്തയും ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നു. നമ്മുടെ ഇൻറ്റസ്റ്റൈനാകട്ടെ അല്ലെങ്കിൽ ലിവർ ആവട്ടെ. ലിവർ എന്ന് പറയുന്നത് അതിനകത്ത് അത്രയും അതൊരു കെമിക്കൽ ഫാക്ടറിയാണ്. ഈ ഒരു ഫാക്ടറിയിൽ 5ഓ 10ഓ നടക്കുമ്പോൾ നമുക്ക് മെഷീൻ വെച്ച് നിയന്ത്രിക്കാം. ഇതിൽ 10,000-കണക്കിന് കെമിക്കൽസാണ്, റിയാക്ഷൻസാണ് നടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടോ? അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചാലേ മതി നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡും നന്ദിയും എല്ലാം നമുക്ക് തോന്നും. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ വെളിയിലുള്ള ലോകത്തിലെ കിടന്ന് തന്നെ തിരിച്ചും അതിൽ കിടന്ന് നമ്മൾ പോരാടുന്നു. റാറ്റ് റേസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓട്ടപ്പായ്ച്ചലാണ് നമ്മൾ. അപ്പോൾ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ നോക്കുന്നേ ഇല്ല. പക്ഷേ ഉള്ളിലുള്ളത് അതാണ് ഉൾമുഖമായിട്ട് തിരിഞ്ഞ് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അകത്ത് നോക്കിയാലേ മതി, നമ്മൾ വേറെ ഒന്നുമേ ചെയ്യണ്ട.
അത് നോക്കിയാലേ മതി നമ്മളൊരു വിറ്റ്നസ് മോഡിലാണ്. അപ്പം നമ്മളുടെ സാധാരണ ജീവിതത്തിലും എന്ത് സംഭവിച്ചാലും അതായത് അതാണ് പറയുന്നത്, ഈ താമര ഇലയിലെ വെള്ളം പോലെ, ഈ ഡ്രോപ്ലെറ്റ്സ്, ഈ മുത്തുമുത്തായിട്ട് വെള്ളം ഇരിക്കുന്ന പോലെ, താമര ഇലയിലെ വെള്ളം പോലെ ഒരു 50% ഒരു അറ്റാച്ച്മെൻറ്റ്, 50% ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഇതിൽ പോയാൽ അതാണ് വിറ്റ്നസിങ് മോഡ്. ഈ വിറ്റ്നസ് മോഡിൽ ഇരുന്നാലേ മതി. എന്തൊക്കെയോ നടക്കുന്നു, ഓക്കെ, ഇന്ന് ഞാൻ സന്തോഷമായിരിക്കുന്നു, ഓക്കെ, സന്തോഷം. ഇന്ന് രാത്രി എനിക്ക് വലിയ വയറ്റുവേദന, ശരി, നമ്മൾ ചെയ്ത കർമ്മ, ശരി, വിട്, അത് വെച്ച് അനുഭവിക്കുക. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് നമ്മളൊരു വിറ്റ്നസ് മോഡിലിരിക്കുമ്പം ആ വേദന പോലും നമ്മളെ വലുതായിട്ട് ബാധിക്കത്തില്ല. ഇപ്പം നമുക്ക് അവൻ നോക്ക് അങ്ങനെ ഇരിക്കുന്നു, അവൻ അത്രയും കാശ്, അവനെല്ലാം കിട്ടുന്നു, എനിക്കൊന്നുമേ ഇല്ല, ദൈവത്തിന് കണ്ണില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ലോ ഓഫ് കർമ്മ മനസ്സിലാക്കിയാൽ അവനവൻ ചെയ്തു വന്ന പാവപുണ്യങ്ങളാണ് അവനവൻ വെച്ച് അനുഭവിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ഈ വിറ്റ്നസിങ് മോഡാണ്. വിറ്റ്നസിങ് മോഡെന്ന് വെച്ചാൽ അനുഭവിക്കുക, മിണ്ടാതിരിക്കുക. അതിനെ ചിലപ്പം ഭാര്യ പറയും, ഞാൻ കല്യാണത്തിന് മുമ്പേ എന്ത് സന്തോഷമായിരുന്നു, ഈ മനുഷ്യനെ കെട്ടിയതോടുകൂടി എല്ലാം തൊലഞ്ഞു. അത് മനുഷ്യനെ കെട്ടിയ കൊണ്ടൊന്നുമല്ല, അതിന് പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ. ആ മനുഷ്യനെ എങ്ങനെ ഇരുന്നാലും ശരി, നമുക്കെന്നൊരു വ്യക്തിത്വമുണ്ട്. അതിൽ നമ്മൾ മുറുക്കെ പിടിച്ചിരുന്നാൽ ഏത് സാഹചര്യം എങ്ങനെ ഇരുന്നാലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. ദുഃഖം സംഭവിച്ചോ, വിറ്റ്നസിങ് മോഡ്. അങ്ങനെ ഇരുന്നാൽ നമുക്ക് ഏത് കാര്യവും കൈകാര്യം ചെയ്ത് പോകാനുള്ള ശക്തി നമുക്ക് കിട്ടും. അതാണ് ഈ വിറ്റ്നസ് മോഡ്. ഇന്നത്തെ സത്സംഗം നമ്മൾ സാധകർക്കെല്ലാം ഒരു പുതിയ അനുഭവമാണ്. എന്തുകൊണ്ടും പുതിയ അനുഭവം തന്നെയാണ്. കാരണം വത്സലാമ്മ ഒരു ടീച്ചറാണ്, ടീച്ചിങ് ആയിരുന്നു പ്രൊഫഷൻ. അപ്പോൾ എങ്ങനെ ഒരു സാധകനെ കൂടുതൽ ധ്യാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് കൊണ്ടുപോകണം, എന്ത് പറഞ്ഞാൽ ഒരു സാധകന് മനസ്സിലാവും, അതെങ്ങനെ പറയണം, ഇതെല്ലാം അമ്മയ്ക്കറിയാം. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിന് കോടി പ്രണാമങ്ങൾ. എത്ര പറഞ്ഞാലും തീരില്ല. അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ സാധകരും നമ്മളെല്ലാവരും. നമ്മൾ സാധകർക്ക് എന്താണ് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ അമ്മ പറയാനാണ്. എനിക്ക് പറയാനുള്ളത്, ഈ നമ്മൾ ജനിച്ചു മരിക്കുന്നവരെ ജീവിക്കണം. അപ്പം ഏതോ രീതിയിൽ എങ്ങനെയോ ജീവിച്ചു എങ്ങനെയോ മരിച്ചു എന്നുള്ള രീതിയിലല്ലാതെ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്ന് നമ്മളുടെ നമുക്ക് മുന്നേ ഉള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം പാലിച്ചാലേ മതി. അതായത് രാവിലെ കണ്ണ് തുറന്നാൽ ഉണർന്നാൽ അപ്പം തൊട്ട് രാത്രി കിടക്കുന്നവരെ എന്തൊക്കെ ചെയ്യണം, എല്ലാത്തിനും ചില കാര്യങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടയും കൂടിയുള്ള ഒരു ജീവിതം നയിക്കണം. അതൊക്കെ നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ മതി. അപ്പം ഒരു ഘട്ടത്തിൽ നിന്ന് ഇനിയൊരു ഘട്ടത്തേക്ക് നമുക്ക് എളുപ്പം സ്മൂത്തായിട്ട് പോകാൻ പറ്റും. കൊച്ചിലേ എങ്ങനെ പഠിക്കണം, എങ്ങനെ ജീവിക്കണം. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചവരെ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അതേസമയത്ത് ഒരു കോളേജിൽ പോകുമ്പം അതിന് വേറെ അത് ജോലി കിട്ടുമ്പം എങ്ങനെ ജോലി ചെയ്യുക, ആത്മാർത്ഥതയോട് ജോലി ചെയ്യുക, ചെയ്യുന്ന എല്ലാത്തിലും 100% ഇൻവോൾവ്മെൻറ്റോടെ ചെയ്യുക. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വലിയവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഈ ജീവിതത്തിനെ വളരെ ലഘുവായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ പതുക്കെ നമ്മൾ ഈ പ്രപഞ്ചം നമ്മളെ നല്ല വഴി കൂടെ നയിച്ചു കൊണ്ടുപോകും. നമ്മളായിട്ട് ഒരുപാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് പ്രായത്തിൽ അതാത് സമയത്ത് നല്ലതേത് ചീത്തയേത് എന്ന് മാത്രം നമുക്കറിഞ്ഞ് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ ഉപയോഗിച്ച് നമ്മളുടെ ഹാർട്ട് സ്പേസിൽ നിന്ന് ആലോചിച്ച്, എപ്പോഴും ഈ ലോജിക്കായിട്ട് തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. ഹാർട്ട് സ്പേസിൽ നിന്ന് ആലോചിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് വന്നാലേ മതി. ധ്യാനം, മുക്തി, ലിബറേഷൻ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും.
അതാണ് ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് ഒരുക്കി തന്നതിലും ഇത്രയൊക്കെ എനിക്ക് പറയാൻ ഒരു അവസരം ഒരുക്കി തന്നതിനും എനിക്കും കോടാനുകോടി നന്ദികളും നമസ്കാരങ്ങളും പറയാനുണ്ട്. വളരെ എനിക്ക് സന്തോഷമായിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു ചില കാര്യങ്ങൾ എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്തു നിന്ന് ഞാൻ പഠിച്ചതും ബുക്കിൽ നിന്ന് വായിച്ചതും എൻ്റെ അനുഭവത്തിൽ ഉള്ളതും, വെറുതെ ബുക്കിൽ നിന്ന് വായിച്ചതിൽ എൻ്റെ അനുഭവത്തിലുള്ളതുമൊക്കെയാണ്. എന്തോ എനിക്കറിയാവുന്ന രീതി പറയാൻ തോന്നി. ആ ദൈവത്തിന് നന്ദി. എല്ലാവർക്കും നന്ദി. ഗുരുജിക്കും എല്ലാവർക്കും നന്ദി.